എല്ലാവർക്കും എന്റെ വലിയ ഹായ്. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് എന്താണ് പഠിച്ചത്? ഓർമ്മയുണ്ടോ? നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ? നമ്മള് സ്റ്റോൺ ഏജ് നോക്കി. അല്ലേ? പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവര് കോപ്പർ ഒക്കെ കണ്ടുപിടിച്ചപ്പോ നമ്മള് ചാൽക്കോലിത്തിക് പീരീഡിൽ വന്നു. അല്ലേ? അതൊക്കെ കഴിഞ്ഞ് മെല്ലെ അതൊക്കെ മാറി മെറ്റല് കണ്ടുപിടിച്ചു. അതായത് ആ ഒരു പീരീഡില് മെറ്റല് കൂടുതൽ അവർ ഉപയോഗിച്ചിരുന്നു. മെറ്റലൊക്കെ വന്നു തുടങ്ങിയ സമയം. അത് ഏത് സമയമായിരുന്നു? ആ ഒരു സമയത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത ക്ലാസ് പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റിയിട്ട് പഠിച്ചാലോ? ഇതൊരു വമ്പൻ സംഭവമായിരുന്നു സത്യത്തില്. ഇന്ത്യ എത്ര അഡ്വാൻസ്ഡ് ആയിരുന്നു അത്രയും ഒരു 2600 ബിസിയിലാണ് ഇത് സംഭവിച്ചത്. അത്രയും കാലം മുമ്പ്, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മള് ഇപ്പൊ കാണുന്ന കുറെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല ബെസ്റ്റ് ഡെവലപ്മെന്റും അർബൻ പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സമയത്ത്. വേൾഡിലെ വേൾഡ്സ് ഓൾഡസ്റ്റ് അർബൻ സിവിലൈസേഷൻ ആയിരുന്നു അത്. അത്രയും അടിപൊളി പ്ലാനിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ഡിസ്കവർ ആയത് ഇതിന്റെ ഡിസ്കവറി ഇത് എങ്ങനെയാണ് ഇൻഡസ് വാലി കണ്ടുപിടിച്ചതെന്നുള്ള ഡിസ്കവറി ഉണ്ടല്ലോ അത് ശരിക്കും ഒരു കോമഡിയാണ്. അതായത് ബ്രിട്ടീഷുകാര് ഇവിടെ റെയിൽവേ പാത്ത് ഉണ്ടാക്കുന്ന സമയത്തില്ലേ, ഒരു റെയിൽവേ പാത്ത് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കല്ലുകളൊന്നുമില്ല. അപ്പൊ നല്ല അടിപൊളി സ്റ്റോൺസ് കിട്ടി. അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ സ്റ്റോൺസ് അല്ലേ. അപ്പൊ അതൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് ഇവർക്ക് കിട്ടി. അപ്പൊ ആ സ്റ്റോൺ കൊണ്ടുവന്നിട്ട് ഇവര് റെയിൽവേ ട്രാക്കിൽ ആ ഒരു പാത്ത് മൊത്തം ഇങ്ങനെ ഇട്ടോണ്ടിരുന്നു. പക്ഷെ അത് എടുത്തോണ്ടിരിക്കുമ്പോ ഇവര് ഈ ഒരു ഭാഗം നമുക്ക് ഡിസ്ട്രോയ് ആയി. പക്ഷെ ഇത് എവിടുന്നാണ് വരുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റി സ്റ്റോണ് ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നത്? അതൊന്നും ആരും ആലോചിച്ചില്ല. പക്ഷെ അവരത് ഇവിടുത്തെ റെയിൽവേ പാത്തിനൊക്കെ ഉപയോഗിച്ച് പിന്നീടാണ് ഇത് കണ്ടുപിടിച്ചത്. ഇവർ ഈ കല്ല് പറക്കി കൊണ്ടുവന്നത് മൊത്തം അന്നത്തെ വേൾഡിലെ ഏറ്റവും ഓൾഡസ്റ്റ് അർബൻ സിവിലൈസേഷൻ അവർ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിച്ചത്. ഒരു ബ്രിട്ടീഷുകാരൻ തന്നെയാണ് ആ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇന്ത്യയിലത്തെ ആ ഒരു ഹിസ്റ്ററിയിൽ താല്പര്യമുള്ള ഒരാൾ ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പം ഇത് ശരിക്കും ഈ ഒരു ഡിസ്കവറി വന്നപ്പോഴുണ്ടല്ലോ അതൊരു ചാലഞ്ച് ആയിരുന്നു. അതായത് എന്തിനെതിരെയുള്ള ചാലഞ്ച് ആയിരുന്നു? അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പം അവര് പറഞ്ഞു അവരൊരു ബ്രിട്ടീഷുകാർക്ക് അവരുടേതായിട്ടുള്ള ഒരു സുപ്പീരിയർ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ വാല്യൂസ് ഒക്കെ നമ്മളെ പഠിപ്പിക്കണം. കാരണം നമ്മൾ അത്ര സിവിലൈസ്ഡ് ആയിരുന്നില്ല. അതുകൊണ്ട് വെസ്റ്റിന്റെ സിവിലൈസേഷൻ ആണ് ഏറ്റവും ബെസ്റ്റ്. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഇന്ത്യ ഡെവലപ്പ് ആയത്. ഇന്ത്യയിലേക്ക് അത് ആവശ്യമായിരുന്നു. കാരണം നമുക്ക് അത്ര സിവിലൈസേഷൻ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് അവരുടെ ഒരു അവർ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന അവരുടെ ആ ഒരു ഹെജിമോണി. അപ്പം അത് 2000 വർഷം അവരത് ഇവിടെ റൂൾ ചെയ്ത സമയത്ത് മൊത്തം അവര് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അവരടിപൊളിയാണ്. അപ്പൊ അവരിവിടെ വന്നതിന് ശേഷമാണ് ഇന്ത്യക്ക് കുറെ ഡെവലപ്മെന്റ് വന്നത്. അല്ലെങ്കിൽ ഇന്ത്യ സിവിലൈസ്ഡ് അല്ലാണ്ട് ഇരുന്നേനേന്ന്. ഈ ജെ.എസ്. എവിടെ പോയി? ഓക്കെ. ജെ.എസ്. മിൽ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. ആള് ശരിക്കും ഡെമോക്രസിയും ഫ്രീഡവും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അയാളും പക്ഷെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യനെ സിവിലൈസ് ചെയ്യാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ടോളറന്റ് ഇമ്പീരിയലിസം എന്ന് പറഞ്ഞൊരു സംഭവം നല്ലതാന്ന് ആളെ കൊണ്ട് വരെ പറയിപ്പിച്ചു. ഓക്കെ. ടോളറന്റ് ഇമ്പീരിയലിസം അതായത് ഇമ്പീരിയലിസം ആവാം. പക്ഷെ അത് നമുക്ക് ഡെവലപ്മെന്റ് തരണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കാണ് അത് ഗുണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ആവാന്ന് വരെ ഈ ജെ.എസ്. മില്ല് പറഞ്ഞു ആ സമയത്ത്. കാരണം ആ സമയത്ത് അയാൾ ഫ്രീഡം ഡെമോക്രസിയും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാള് ഇവിടെ വന്നിട്ട് ടോളറന്റ് ഇമ്പീരിയലിസം ആവാന്ന് പറയണമെങ്കിൽ അത്രയും ബ്രിട്ടീഷുകാർ പറഞ്ഞത് നമ്മൾ സിവിലൈസേഷൻ ആണ് ഇന്ത്യക്ക് കൊടുത്തിരുന്നതെന്ന്. അങ്ങനെ പറഞ്ഞിരുന്ന ഒരു സംഭവം നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റിയത് ഈ ഐ.വി.സി ഡിസ്കവർ ചെയ്തതിന് ശേഷമാണ്. കാരണം ഐ.വി.സി ഡിസ്കവർ ചെയ്ത് ഐ.വി.സി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ വെസ്റ്റിൽ അതായത് യൂറോപ്പില് ബാർബറിയസും ആയിരുന്നു. ബാർബറിസം എന്ന് പറഞ്ഞ ഒരു സിവിലൈസേഷൻ ഇല്ലാണ്ട് ആൾക്കാര് മറ്റേ പൊട്ട ബിഹേവിയർ ആയിട്ട് അങ്ങനെ ഒരു എന്താ പറയാ ഒട്ടും ഡെവലപ്മെന്റ് ഇല്ലാണ്ട് അങ്ങനെ നടന്നിരുന്നു. സാധാ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒരു ഡെവലപ്മെന്റ് ഇല്ലാണ്ട് നടന്നിരുന്ന ഒരു സമയമായിരുന്നു യൂറോപ്പിൽ ആ ഒരു സമയം. ആ സമയത്ത് ഇത് അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള സമയത്ത് ഇന്ത്യയിൽ 2600 ബി.സിയിൽ നമുക്ക് ഇവിടെ ഇത്രയും വലിയ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് അവർക്ക് തിരിച്ച് കാണിച്ചു കൊടുത്ത് ഇവരുടെ ഫുൾ തിയറി നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റിയത് ഇൻഡസ് വാലി സിവിലൈസേഷൻ കണ്ടുപിടിച്ചതിന് ശേഷമാണ്. ഓക്കെ. ഈ 1830 കേട്ടോ ഈ ബ്രിട്ടീഷുകാർ അവിടുത്തെ ബ്രിക്സ് കൊണ്ടുവന്ന് റെയിൽവേക്ക് വേണ്ടിയിട്ട് ട്രാക്ക് ഉണ്ടാക്കാനൊക്കെ നോക്കിയതും അതിനുശേഷമാണ് ഇത് കണ്ടുപിടിച്ചത്. ഇനി ഇതിന്റെ കണ്ടുപിടിക്കൽ എങ്ങനെയായിരുന്നു നോക്കിയാലോ? അതൊരു ബ്രിട്ടീഷുകാരൻ തന്നെയായിരുന്നു ചെയ്തത്. അലക്സാണ്ടർ കനിങ്ങം. ആൾക്ക് ഇന്ത്യയുടെ ഹിസ്റ്ററി നല്ല താല്പര്യം ഉണ്ടായിരുന്നു.
അപ്പൊ അതിനെപ്പറ്റി പഠിക്കാനൊക്കെ ആൾക്ക് താല്പര്യമുള്ളതുകൊണ്ട് ആളാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവരാൻ കാരണം. ആളാണ് അത് ഫൗണ്ട് ചെയ്തത്. ഓക്കെ, ആള് 19th സെഞ്ച്വറിയിൽ കുറെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ഒക്കെ നടത്തി. എന്നിട്ട് ഈ ആർക്കിയോളജിക്കൽ മറ്റേ ഹാരപ്പയിൽ വരെ, അതായത് ഹാരപ്പയിലാണല്ലോ ഇൻഡസ് വാലി സിവിലൈസേഷൻ നടന്നതിലെ ഒരു മെയിൻ സ്ഥലം, ഹാരപ്പയിൽ വരെ ആള് ആർക്കിയോളജിക്കൽ സർവേ ഒക്കെ നടത്തി. പക്ഷെ ആൾക്കൊന്നും കണ്ടുപിടിക്കാനായില്ല. ആൾക്ക് അറിയായിരുന്നു എന്തോ സംഭവം അവിടെ ഉണ്ട്. അപ്പൊ ആള് ഇത്രയും ചെയ്തിട്ട് ആള് നിർത്തിയിട്ട് പോയി. അതിനുശേഷം 1921 ഒരാൾ വന്നു, ദയാറാം സാനി. ഓക്കെ, ഈ ആളാണ് നമ്മുടെ മെയിൻ ആള്. ആളാണ് ഹാരപ്പൻ സിറ്റിയുടെ റൂയിൻസ് ഒക്കെ കണ്ടുപിടിച്ച ആള്. ഓക്കെ, ഇതൊക്കെ കണ്ടുപിടിച്ചു. ആളാണ് പറഞ്ഞത് ഇവിടെ വെൽ പ്ലാൻഡ് അർബനൈസേഷൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു അർബനൈസേഷൻ നമ്മൾ ഇപ്പോഴും ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു അർബനൈസേഷനെ പറ്റി നമുക്ക് പഠിച്ചാലോ? അതിന്റെ ഫീച്ചേഴ്സ്, അതായത് ഇത്രയും അടിപൊളിയാവാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? അതിന്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ IVC എന്ന് പറഞ്ഞ ടൈറ്റിൽ ഉണ്ടല്ലോ, ആ ടൈറ്റിൽ തന്നത് ജോൺ മാർഷൽ എന്ന് പറഞ്ഞ ഒരാളാണ്. അതിന്റെ കാരണം ഈ ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഉണ്ടല്ലോ, ഓക്കെ, ഏകദേശം ഒരു ഇതാണ് പറയുന്നത്. അതിൽ ഈ ഒരു ഭാഗം തൊട്ട് നമ്മുടെ ഈ ഒരു ഭാഗം വരെയാണ്. ഈ ഒരു ഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ നടന്നത്. അപ്പം ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ഒക്കെ ഇതിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു ട്രിബ്യൂട്ടറീസിന്റെ അടുത്താണ് ഈ സിവിലൈസേഷൻ നടന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് ജോൺ മാർഷൽ വിളിച്ചതിന്റെ കാരണം. ഓക്കെ, ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ നടക്കുന്ന സമയത്ത് തന്നെ വേറെ കുറെ രാജ്യത്ത് അതേപോലെ തന്നെ കുറച്ച് സിവിലൈസേഷൻ നടന്നിരുന്നു. അതൊക്കെയാണ് മെസപ്പൊട്ടോമിയ, ആൻഷ്യന്റ് ഈജിപ്റ്റ്, പിന്നെ അതേപോലെ തന്നെ ചൈനീസ് സിവിലൈസേഷൻ. നമ്മൾ ഇവിടെ ഇന്ത്യയിൽ ഇത് നടക്കുന്ന സമയത്ത് തന്നെ അതേ സമയത്ത് ഈ സ്ഥലത്തൊക്കെ സിവിലൈസേഷൻ നടന്നിരുന്നു. അങ്ങനെ 3 രാജ്യത്ത് സിവിലൈസേഷൻ നടന്നതാണ് മെസപ്പൊട്ടോമിയ, ആൻഷ്യന്റ് ഈജിപ്റ്റ്, ചൈനീസ് സിവിലൈസേഷൻ. ഓക്കെ, അതേപോലെ തന്നെ ഈ പൊട്ടോമിയും IVCയുമായിട്ട് ട്രേഡ് നടന്നതിന്റെ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതില് സിറ്റീസ് ഉണ്ടല്ലോ, ഇതിലത്തെ സിറ്റീസ് എല്ലാം അഗ്രികൾച്ചറൽ സർപ്ലസ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ബേസ്ഡ് ആയിട്ടാണ് അവിടുത്തെ അർബൻ ടൗൺസ് ഉണ്ടായിരുന്നത്. അവരുടെ മെയിൻ പരിപാടി അഗ്രികൾച്ചർ ആയിരുന്നു. അഗ്രികൾച്ചറുടെ വരുമാനം അനുസരിച്ചിട്ടാണ് അവിടെ അർബൻ ടൗൺസും എല്ലാം ഉണ്ടായി തുടങ്ങിയത്. ഓക്കെ, പിന്നെ ഇവരുടെ എക്കണോമി എന്ന് പറയുകയാണെങ്കിൽ, അതായത് അവർക്ക് മെയിൻ ആയിട്ട് കാശ് കിട്ടിയിരുന്നത് മൊത്തം മെർച്ചന്റലിസം വെച്ചിട്ടാണ്. മെർക്കന്റലിസം, അതായത് അവർ മാസീവായിട്ട് എക്സ്പോർട്ട് ഉണ്ടായിരുന്നു അവർക്ക്. ഈ എക്സ്പോർട്ട് വിട്ടിരുന്ന ഏത് വഴിയാണ്? കടല് വഴിയും അതേപോലെ തന്നെ ലാൻഡ് റൂട്ട്സും വഴിയാണ് അവർ എക്സ്പോർട്ട് നടത്തിയത്. അതുകൊണ്ട് എക്കണോമി മൊത്തം മെർക്കന്റലിസം ആയിരുന്നു. എക്സ്പോർട്ട് ഒക്കെ ചെയ്തിട്ടാണ് അവർക്ക് കൂടുതൽ വരുമാനം കിട്ടിയിരുന്നത്. അതേപോലെ തന്നെ അർബൻ ടൗൺസ് മൊത്തം അഗ്രികൾച്ചർ സർപ്ലസ് വെച്ചിട്ടാണ് അവർ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഒരു മെയിൻ ബാക്ക്ഗ്രൗണ്ട് ഫീച്ചേഴ്സ് വരുന്നത്. ഇനി ഈ എക്സ്കവേഷനെ പറ്റിയിട്ട് പറഞ്ഞാലോ, അതായത് എങ്ങനെയാണ് ഇത് എക്സ്കവേറ്റ് ചെയ്തിട്ട് ഇത്ര ആയി കിട്ടിയതെന്ന്, അതായത് ഇതിനെപ്പറ്റി ഇത്രയും പഠിച്ചതെന്ന് നമുക്ക് എക്സ്കവേഷൻസിനെ പറ്റി പറയാം. ഓക്കെ, ഇതിനെപ്പറ്റി ഏറ്റവും ഓൾഡസ്റ്റ് റെക്കോർഡ് വരുന്നതില്ലേ, ചാൾസ് മാഴ്സന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞ ഏറ്റവും ഓൾഡസ്റ്റ് റെക്കോർഡ് ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആളുടെ ബുക്കിന്റെ പേര് നരേറ്റീവ് ഓഫ് വേരിയസ് ജേർണീസ് ഇൻ ബാലൂചിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ആൻഡ് പഞ്ചാബ്. ഓക്കെ, അത് 1842 അത് എഴുതിയത്. ഈ ഒരു ബുക്കിലാണ് ഏറ്റവും ഓൾഡസ്റ്റ് റെക്കോർഡ് ഇതിനെ പറ്റി പറയുന്നത്. ഓക്കെ, അതിനുശേഷമാണ് 1853 ഈ അലക്സാണ്ടർ കന്നിംഗം, ഞാൻ നേരത്തെ പറഞ്ഞ ആള്,
ആള് ഹാരപ്പ വിസിറ്റ് ചെയ്തു. ആൾക്കറിയാം എന്തോ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ഒരു ക്ലൂ ഒന്നുമില്ല. ആളത് വിസിറ്റ് ചെയ്തു. ജസ്റ്റ് വിസിറ്റ് ചെയ്ത് അതിനെപ്പറ്റി ഒന്ന് നോക്കാൻ നോക്കി. പക്ഷെ ഒന്നും കണ്ടുപിടിക്കാനായില്ല. അതിനുശേഷമാണ് നമ്മുടെ 1921 നമ്മുടെ മെയിൻ ആളായ ദയാറാം സനി ഹാരപ്പ റൂയിൻസ് കണ്ടുപിടിച്ചത്. ഹാരപ്പ റൂയിൻസ് കണ്ടുപിടിച്ചു ആള്. അതിനുശേഷം 1922 ആർ ഡി ബാനർജി ആളാണ് മോഹൻജദാരോ എക്സ്കവേറ്റ് ചെയ്തത്. അത് ഹാരപ്പയെ പോലെ തന്നെ ഏറ്റവും മെയിൻ ഒരു സ്ഥലമാണ്. ആൾ അത് എക്സ്കവേറ്റ് ചെയ്തത് ആരാണ്? ആർ ഡി ബാനർജി. പേരൊക്കെ പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. ഹാരപ്പ ഡിസ്കവർ ചെയ്ത ആരാണ്? ദയാറാം സനി. അതേപോലെ തന്നെ മോഹൻജദാരോ ഡിസ്കവർ ചെയ്ത ആരാണ്? ആർ ഡി ബാനർജി. ഓക്കെ. അതിനുശേഷം ഒരുപാട് എക്സ്കവേഷൻ നടന്നിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് 2000 സൈറ്റ്സ് എക്സ്കവേറ്റ് ചെയ്തു അതിനുശേഷം. അതിനുശേഷം 1990 സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ അവർ ഡിസ്കവർ ചെയ്തു. ആദ്യമായിട്ട് ഇൻസ്ക്രിപ്ഷൻസ് കണ്ടുപിടിച്ചത് അപ്പോഴാണ്. സ്റ്റോണിൽ ഇൻസ്ക്രിപ്ഷൻ കണ്ടുപിടിച്ചത് ആ സമയത്താണ്. കാരണം അതിന് മുമ്പ് ടെറാക്കോട്ട അതേപോലെ തന്നെ വുഡിലൊക്കെ ആയിരുന്നു ഇൻസ്ക്രിപ്ഷൻ കണ്ടിട്ടില്ല അതിന് മുമ്പ് വരെ. അപ്പൊ ഈ ഒരു സമയപ്പോഴേക്കും സ്റ്റോണിൽ ഇൻസ്ക്രിപ്ഷൻ കണ്ടു. ഓക്കെ. അതേപോലെ തന്നെ ഇൻഡസിന്റെ സൈൻ ബോർഡ് ഉണ്ടായിരുന്നു. അതാണ് വുഡിൽ ഉള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ അവർ കണ്ടിട്ടുള്ളത്. ഓക്കെ. അതെവിടെ കണ്ടുപിടിച്ചത്? ധോലാവീര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഈ ധോലാവീര ഒരു ഇമ്പോർട്ടന്റ് സൈറ്റ് ആണ്, മറക്കരുത്. ഓക്കെ. ആരാ കണ്ടുപിടിച്ചത്? RS ബിസ്റ്റ്. ഇയാളാണ് സത്യത്തില് ഇൻഡസ് സൈൻ ബോർഡ് കണ്ടുപിടിച്ചത്. അത് വുഡിൽ എഴുതിയിട്ടുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ ആണ്. 1990s സ്റ്റോണിൽ ഇൻസ്ക്രിപ്ഷൻ ഒക്കെ കണ്ടുപിടിച്ചത്. ഓക്കെ. അത് കഴിഞ്ഞ് 1997 അടുത്ത മെയിൻ സൈറ്റ് ആയിട്ടുള്ള രാഖി ഗഹി കണ്ടുപിടിച്ചത്. രാഖി ഗഹി സൈറ്റ് കണ്ടുപിടിച്ചത് 1997 ആരാണ് കണ്ടുപിടിച്ചത്? അമരേന്ദ്രനാഥ്. ഓക്കെ. അത് കഴിഞ്ഞ് 2014 വസന്ത് ഷിൻഡെ ഉണ്ടായിരുന്നു. ആളാണ് അതിനെ ഏറ്റവും ലാർജസ്റ്റ് സൈറ്റ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ. രാഖി ഗാഗി ആയിരുന്നു ഏറ്റവും ലാർജസ്റ്റ് സൈറ്റ്. അത് പറഞ്ഞത് 2014 വസന്ത് ഷിൻഡെ ആയിരുന്നു. ഓക്കെ. ഇനി ഇതിന്റെ എവല്യൂഷനെ പറ്റി പറഞ്ഞാലോ? 4 സ്റ്റേജ് ഉണ്ടായിരുന്നു അതിന്റെ എവല്യൂഷൻ. ഓക്കെ. 4 സ്റ്റേജ് ഓഫ് എവല്യൂഷൻ IVCയുടെ. അതിൽ ആദ്യം വരുന്നത് പ്രീ ഹാരപ്പൻ. അത് ഏത് വർഷമായിരുന്നു? 3300 BCയുടെ മുമ്പായിരുന്നു. ഓക്കെ. മുമ്പായിരുന്നു, ബിഫോർ. അത് വരെയുള്ള സമയമായിരുന്നു പ്രീ ഹാരപ്പൻ. അത് ആ സമയത്ത് എന്തുണ്ടായിരുന്നു നമ്മൾ പഠിച്ചത്? നൊമാഡിക് പീപ്പിള് മെല്ലെ മെല്ലെ സെറ്റിൽമെന്റ് ഒക്കെ തുടങ്ങി. അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? അതാണ് പ്രീ ഹാരപ്പൻ ഫേസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഏർലി ഹാരപ്പൻ. ആ ഏജില് 3300 തൊട്ട് 2600 BC വരെയാണ് ആ സമയം വരുന്നത്. ഓക്കെ. ആ സമയപ്പോഴേക്കും മാസീവായിട്ട് വില്ലേജ് അതേപോലെ തന്നെ അർബൻ സെന്റേഴ്സും ടൗൺസ് ഒക്കെ വന്നു തുടങ്ങി. ഓക്കെ. ആദ്യം പ്രീ ഹാരപ്പൻ അതെന്തായിരുന്നു? നൊമാഡിക് പീപ്പിളും എല്ലാ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഏർലി ഹാരപ്പൻ അതിൽ മാസീവ് വില്ലേജും അർബൻ സെന്റേഴ്സും ടൗൺ ഒക്കെ വന്നു. ഓക്കെ. പിന്നെ മൂന്നാമതാണ് മെച്ചൂർ ഹാരപ്പ. മെച്ചൂർ ഹാരപ്പയിൽ എന്താണ് ഉണ്ടായത്? അതിന്റെ വർഷം ഏതായിരിക്കും? 2600 തൊട്ട് 1900 BC വരെയാണ് അതിൽ വരുന്നത്. ഓക്കെ. അതിലാണ് ഗ്രേറ്റ് സിറ്റീസ് ഒക്കെ ഫ്ലറിഷ് ചെയ്ത് തുടങ്ങിയത്. അതേപോലെ തന്നെ അർബൻ സിറ്റീസ് ഒക്കെ തുടങ്ങി, മെർക്കന്റലിസം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോണതാണ് ഈ ഒരു സ്റ്റേജ്. അതിന് മുമ്പത്തെ കഴിഞ്ഞ 2 സ്റ്റേജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കാൻ പോണത്. അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായത്? ലേറ്റ് ഹാരപ്പ. അത് സത്യം പറഞ്ഞ എങ്ങനെയാണ് അതിന്റെ സംഭവം? ഇത് ഒറ്റയടിക്ക് അങ്ങ് ഇല്ലാണ്ടായി. അതായത് ഡിക്ലൈൻ വന്നു. 1900 തൊട്ട് 1300 BC അത് സംഭവിച്ചത്.
ഓക്കെ. ഈ വന്നുണ്ടായ സിവിലൈസേഷൻ മൊത്തം ഡിക്ലൈൻ ആയി. അത് എന്തുകൊണ്ടാണ് ഡിക്ലൈൻ ആയെന്ന് കുറേ തിയറീസ് ഒക്കെ പറയുന്നുണ്ട്. ചിലർ പറഞ്ഞു എർത്ത് ക്വേക്ക് ഉണ്ടായി, ചിലർ പറഞ്ഞു ആര്യൻ ഇൻവേഷൻ, കുറെ പേര് പറഞ്ഞു വലിയൊരു ഫ്ലഡ് വന്നു. അങ്ങനെ അങ്ങനെ കുറെ 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 തിയറീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് മെല്ലെ ഇത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പൊ അതെന്താ സംഭവിച്ചതെന്ന് ഇതുവരെ ഒന്നും ഉറപ്പിച്ചു പറയാനായിട്ടില്ല. കാരണം ഓരോ തിയറി വരുമ്പോൾ അതല്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത ആൾക്കാർ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഡിക്ലൈൻ ആയെന്ന് പറയാൻ പറ്റില്ല. ഇത് ഡിക്ലൈൻ ആയിട്ട് തിരിച്ച് പഴയ, അതായത് സിവിലൈസേഷന് മുമ്പുള്ള ഒരു കാലഘട്ടം വരെ തിരിച്ചത് ഡിക്ലൈൻ ആയി. പിന്നെ ഇത് ആദ്യം തൊട്ടാണ് പിന്നെ ഉണ്ടായത്. പിന്നെ ഇതേപോലത്തെ ഒരു അർബനൈസേഷൻ പിന്നെ കണ്ടത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ലെവലിൽ എത്തിയത്. ഓക്കെ. അപ്പൊ സ്റ്റേജസ് നമ്മൾ പഠിച്ചില്ലേ? നമുക്കിതൊന്ന് റിവൈസ് ചെയ്താലോ? ഇപ്പൊ കുറച്ചായല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് IVCനെ പറ്റിയാണ് പറയുന്നത് അല്ലെ? IVCനെ പറ്റി പറയുമ്പം വേൾഡ്സ് ഓൾഡസ്റ്റ് അർബൻ സിവിലൈസേഷൻ ആണ്. ബ്രിട്ടീഷ് കാര് റെയിൽവേ പാത്തിന് വേണ്ടി സ്റ്റോൺ എടുത്ത് അങ്ങനെയാണ് ഇത് ഡിസ്കവർ ആയത്. ആദ്യമായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാൻ വന്ന് ഇത് ഉണ്ടാക്കിയത് ആരായിരുന്നു? അലക്സാണ്ടർ കണ്ണിങ് ആയിരുന്നു. ആളാണ് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ഉണ്ടാക്കി 19th സെഞ്ചുറിയിൽ. ആള് ഹാരപ്പയിൽ പോയിട്ട് അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും കണ്ടുപിടിക്കാനായില്ല. ദയാറാം സാനിയാണ് ആ ഹാരപ്പ സൈറ്റ് റൂയിൻസ് ഒക്കെ കണ്ടുപിടിച്ചത്. ജോൺ മാർഷലാണ് IVC എന്ന് അതിനൊരു പേര് കൊടുത്തത്. ഇതിന്റെ കണ്ടംപററി ആയിട്ട് മെസ്സപ്പൊട്ടാമിയ, ഏൻഷ്യന്റ് ഈജിപ്റ്റ്, ചൈനീസ് സിവിലൈസേഷൻ ഒക്കെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിൽ മെസ്സപ്പൊട്ടാമിയ ആയിട്ട് IVCക്ക് ട്രേഡ് എവിഡൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. ഇതിലത്തെ സിറ്റീസ് അഗ്രികൾച്ചർ സർപ്ലസ് ബേസ്ഡ് ആയിട്ടായിരുന്നു അർബൻ ടൗൺസ് ഒക്കെ ആയത്. എക്കണോമി മെയിൻ ആയിട്ട് മെർക്കൻറ്റിലിസം ആയിരുന്നു. എക്സ്പോർട്ട് വഴിയാണ് അവരുടെ മെയിൻ എക്കണോമി ഉണ്ടായിരുന്നത്. അതിന്റെ എക്സ്കവേഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലക്സാണ്ടർ കണ്ണിങ് ആളിത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സർവേ ഒക്കെ ഉണ്ടാക്കി. പക്ഷെ അതിലേക്ക് എത്തിപ്പെട്ടില്ല. ദയാറാം സാനി ഹാരപ്പ സൈറ്റ് കണ്ടുപിടിച്ചു. RD ബാനർജി മോഹൻജൊദാരോ കണ്ടുപിടിച്ചു. അതിനുശേഷം 2000-ഓളം സൈറ്റുകൾ എക്സ്കവേറ്റ് ചെയ്തു. പിന്നെ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് കണ്ടുപിടിച്ചു ആദ്യമായിട്ട്. പിന്നെ ഇൻഡസ് സൈൻ ബോർഡ് ഉണ്ടായിരുന്നു. വുഡിലെ ഏറ്റവും ലോവസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ അതായിരുന്നു. ധോളാവീരയിലായിരുന്നു കണ്ടുപിടിച്ചത്. RS ബിഷ്ട്. പിന്നെ അതിനുശേഷം 1997 രാഖി ഗർഗി സൈറ്റ് അമേന്ദ്രനാഥ് കണ്ടുപിടിച്ചു. അത് ഏറ്റവും വലിയ സൈറ്റായിട്ട് മനസ്സിലാക്കിയത് 2014 വസന്ത് ഷിൻഡെയിലാണ്. അത് കഴിഞ്ഞ് ഇതിന്റെ എവല്യൂഷന്റെ 4 സ്റ്റേജസ് ആണ് നമ്മൾ നോക്കിയത്. പ്രീ ഹാരപ്പൻ, അവിടെ നൊമാഡിക് പീപ്പിൾ സെറ്റിൽമെന്റ് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. ഏർലി ഹാരപ്പനിൽ മാസീവ് വില്ലേജും അർബൻ സെന്റേഴ്സ് ഒക്കെ വന്നു. മെച്ചുവർ ഹാരപ്പയിൽ ഗ്രേറ്റ് സിറ്റീസ് ഫ്ലറിഷ് ആയി. അർബൻ ആയിട്ടുള്ള സിറ്റീസ് ഒക്കെ വന്നു തുടങ്ങി. മെർക്കന്റിലിസം സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ലേറ്റ് ഹാരപ്പയിൽ ഇത് മൊത്തം ഡിക്ലൈൻ ആയി. ഇനി നമുക്ക് മെയിൻ സംഭവം പഠിക്കാൻ പോവാം. ഓക്കെ. അതായത് ഇതുണ്ടായിരുന്ന സ്ഥലം നോക്കിയാലോ നമുക്ക്? ഓക്കെ. അപ്പം ഇത് ഉണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഓക്കെ. അപ്പൊ ഏതൊക്കെ സ്ഥലത്താണ് ഇത് ഉണ്ടായിരുന്നത്? ഗുജറാത്ത് വരും അതിൻ്റെ ഉള്ളില്, രാജസ്ഥാൻ വരും, വെസ്റ്റേൺ UP, പിന്നെ ഹരിയാന, സിന്ധ്, ബലൂചിസ്ഥാൻ, അതേപോലെ തന്നെ പഞ്ചാബ്. നമ്മുടെ ഇൻഡസ് ഇതിൽ കൂടെയായിരുന്നു. ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ഒക്കെ അതിന്റെ ഇതിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ആരാണ് പറഞ്ഞത്? പേര് മറന്നോ? ജോൺ മാർഷൽ. ഓക്കെ. ഇതിന്റെ തിയറി എന്താന്ന് വെച്ചാൽ, ഇതിന് പറയുന്ന തിയറി എന്തുകൊണ്ടാണ് ഇത് ഈ ഭാഗത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഗം ഭയങ്കര ഫെർട്ടൈൽ ആയിരുന്നു അല്ലെ? ഭയങ്കര ഫെർട്ടൈൽ ആണ്. കാരണം ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് അതിൽ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ആ ഭാഗം ഭയങ്കര ഫെർട്ടൈൽ ആയതുകൊണ്ട് അവർക്ക് അഗ്രികൾച്ചർ എല്ലാം ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് അത് നന്നായിട്ട് വളർന്നു വന്നത്. ലേറ്റർ ഈ ഫെർട്ടിലിറ്റി കുറഞ്ഞുവെന്നും എൻവയോൺമെന്റൽ ചേഞ്ചസ് ഒക്കെ വന്നു. അതുകൊണ്ട് ഈ ഇവിടുത്തെ ആൾക്കാര് മെല്ലെ ഇവിടുന്ന് മാറി അതിന്റെ ഗംഗയുടെ തീരത്തോട്ട് പോയി എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നീട് ഇതിന്റെ ഡിക്ലൈനിന് ശേഷം അങ്ങനെയും തിയറി ഉണ്ട്. ഗംഗയുടെ ഭാഗത്തോട്ട് ഇവർ പോയി എന്നൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഗംഗ വാലിയുടെ അടുത്ത് പോയി എന്നാണ് പറയുന്നത്. അതാണ് പോസ്റ്റ് ഹാരപ്പൻ സിവിലൈസേഷൻ. പോസ്റ്റ് ഹാരപ്പയില് നമ്മൾ കാണാൻ പോകുന്ന സിവിലൈസേഷൻ ഒക്കെ വരുന്നത്. ഈ ഭാഗം കഴിഞ്ഞ പിന്നെ നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം മഹാജനപത്ത് വരും. അതേപോലെ തന്നെ മഗധ വരും. ഇതൊക്കെ വന്നിട്ടുള്ളത് ഗംഗയുടെ പ്ലെയിൻസിന്റെ അടുത്താണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ എൻവയോൺമെന്റ് ചേഞ്ചസോ ഫെർട്ടിലിറ്റി കുറഞ്ഞതോ അല്ലെങ്കിൽ വേറെ എന്ത് കാരണമായാലും അവരൊക്കെ ബാക്കിയുള്ളവരൊക്കെ പോയത് ഈ ഗംഗയുടെ അടുത്തോട്ടും അവിടെ ഈ വലിയ വലിയ കിങ്ഡംസ് ഒക്കെ വന്നു എന്നാണ് പിന്നെ പറയപ്പെടുന്നത്. ഓക്കെ. പിന്നെ ഇതിന്റെ ജോഗ്രഫി പഠിക്കാനാണെങ്കിൽ ഇതിപ്പോ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും നോർത്ത് മോസ്റ്റില്, അതായത് ഇങ്ങനെ ഇരിക്കുന്നതിൽ, ഓക്കെ, ഇതിന്റെ ഏറ്റവും നോർത്ത് മോസ്റ്റ് വരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് മണ്ടയാണ്.
പിന്നെ ഏറ്റവും ഈ റൈറ്റ് സൈഡിലുള്ളത് അലംഗീർപൂർ. ഓക്കെ. ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ആണ് പറയുന്നത് കേട്ടോ. ഇവിടെ വരുന്നത് സുത്കഗോന്തോർ. സുത്കാഗംഡോർ. പിന്നെ അതേപോലെ ഏറ്റവും സൗത്തിൽ വരുന്നത് ദൈമാബാദ് ആണ്. ഓക്കെ. അപ്പം നോർത്ത് മോസ്റ്റ് പൊസിഷൻ എവിടെയാണ് വരുന്നത്? മണ്ട, താഴത്ത് ദൈമാബാദ്, ഈസ്റ്റില് അലംഗീർപൂർ, ലെഫ്റ്റില് സുത്കാഗംഡോർ. ഓക്കെ. ഇനി ഇതിന്റെ മേജർ ട്രേഡ് എവിഡൻസ് ഒക്കെ നോക്കിയാലോ? ഈ സുട്കാജൻഡോർ ഉണ്ടല്ലോ, അതേപോലെ തന്നെ ബാലക്കോട്ട്, അലദീനോ, സുർക്കോട്ടട, ലോത്തൽ. ഈ ഭാഗത്തൊക്കെയാണ് ശരിക്കും ട്രേഡ് എവിഡൻസ് ഉള്ളത്. എവിടെയായിട്ട്? മെസ്സൊപ്പൊട്ടാമിയായിട്ടാണല്ലോ അവർക്ക് ഏറ്റവും മെയിനായിട്ട് ട്രേഡ് ഉണ്ടായിരുന്നത്. മെസ്സൊപ്പൊട്ടാമിയയിലുള്ള സൂസ അല്ലെങ്കിൽ ഉർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മെയിനായിട്ട് ട്രേഡ് എവിഡൻസ് കിട്ടിയിട്ടുള്ളത്. എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെയാണ് ഹാരപ്പയുടെ സീല് കിട്ടിയിട്ടുള്ളത്. ആ കാലത്ത് ട്രേഡിന് വേണ്ടിയിട്ട് ഹാരപ്പ സീൽ ഉണ്ടായിരുന്നു. ആ സീലൊക്കെ കിട്ടിയിട്ടുള്ളത് സൂസ അല്ലെങ്കിൽ ഉർ എന്ന് പറഞ്ഞ മെസ്സൊപ്പൊട്ടാമിയ സ്ഥലത്താണ്. അപ്പൊ ഈ ഒരു സ്ഥലത്തൊക്കെയാണ് മേജറായിട്ട് ട്രേഡ് എവിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇവരുടെ ടൗൺ പ്ലാനിങ് നോക്കിയാലോ? ടൗൺ പ്ലാനിങ്. ഇവരുടെ ടൗൺ പ്ലാനിങ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം ഇപ്പൊ നമ്മളത് നോക്കുമ്പോൾ അത്ഭുതകരമായിട്ട് നോക്കുന്നത്, കാരണം അത്രയും ബ്രില്യന്റ് ആയിരുന്നു അവരുടെ ടൗൺ പ്ലാനിങ് ഉണ്ടായിരുന്നത്. ഓക്കെ. ഇപ്പൊ മോഡേൺ ഡേയിൽ നമുക്കത് ചണ്ഡീഗഡ് ആ ഒരു സ്ഥലത്തൊക്കെ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ. അത്രയും ബെസ്റ്റ്, അത്രയും അടിപൊളി ടൗൺ പ്ലാനിങ് ആയിരുന്നു അവരുടെ ഉണ്ടായിരുന്നത്. അതെങ്ങനെയായിരുന്നു നമുക്ക് നോക്കിയാലോ? അവരുടെ ടൗൺ എന്ന് പറയുന്നത് വെസ്റ്റ് ഭാഗത്ത് ഫോർട്ടിഫൈഡ് ആയിരുന്നു. ഫോർട്ടിഫൈഡ് എന്ന് വെച്ചാൽ അറിയാലോ, വലിയ വോൾ വെച്ചിട്ട് അത് സേഫ് ആയിട്ട് വെക്കുന്നത്. ഫോർട്ടിഫൈഡ് സിറ്റാഡലായിരുന്നു ഈ വെസ്റ്റിൽ ഉണ്ടായിരുന്നത്. അത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? റൂളിംഗ് ക്ലാസ്. ഞാൻ കഴിഞ്ഞ സ്റ്റേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഷ്യൽ സ്റ്റാറ്റസ്, അതായത് കാസ്റ്റ് വഴിയല്ല, സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ ക്ലാസ് വഴി ഉള്ള ഡിസ്ക്രിമിനേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ അത് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് അവരുടെ പ്ലാനിങ്ങിലായിരുന്നു. വെസ്റ്റിൽ ഫോർട്ടിഫൈഡ് സിറ്റാഡലിൽ നിന്നിരുന്നത് റൂളിംഗ് ക്ലാസ്സും, അതേപോലെ തന്നെ ഈസ്റ്റില് ബ്രിക്ക് വെച്ചിട്ട് ഹൗസസ് ഉണ്ടാക്കും. ഓക്കെ. അത് ശരിക്കും സാധാ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, കോമണേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു അതുണ്ടായിരുന്നത്. ഓക്കെ. ഇത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആ സമയത്ത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വന്നതായിരുന്നു. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഇതിലാകെ ഡിഫറൻസ് വന്നിട്ടുള്ള സ്ഥലങ്ങൾ രണ്ടെണ്ണമാണ് മെയിനായിട്ട്. പഠിക്കണേ, ഇതെന്തായാലും അറിഞ്ഞിരിക്കണം. ധോളാവീര എന്ന് പറഞ്ഞ സ്ഥലത്ത് സിറ്റാഡലും, അതായത് 3 ഏരിയ ഉണ്ടായിരുന്നു. സിറ്റാഡൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് മിഡിൽ ടൗൺ ഉണ്ടായിരുന്നു. ഓക്കെ. സിറ്റാഡലില് സോൺ വെച്ചിട്ട് പിന്നെ ഒരു മിഡിൽ ടൗണും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സാധാ ആൾക്കാർക്കുള്ള കോമണേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്ഥലം, അതായത് 3 സ്ഥലമായിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, 2 എണ്ണമായിരുന്നില്ല. പിന്നെ പറയാനുള്ള എക്സെപ്ഷൻ എന്ന് പറയുന്നത് ചൻഹുദാരോ. ഈ ചൻഹുദാരോയില് സിറ്റാഡൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ സിറ്റാഡല് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇല്ലാത്ത സ്ഥലം ഏതായിരുന്നു? ചൻഹുദാരോ. ഓക്കെ. പിന്നെ ലോത്തൽ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. ലോത്തലൊക്കെ നല്ല ഇമ്പോർട്ടൻസ് അല്ല കേട്ടോ. ലോത്തൽ, രാഖി ഗഹി, ധോളാവീര, ഇതൊക്കെ കുറെ ഇനിയിപ്പോ പറയുന്നതിൽ കുറെ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരും. അതുകൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ മെല്ലെ മെല്ലെ അത് നമ്മൾ പഠിക്കണം കേട്ടോ. ലോത്തലില് ഉള്ള എക്സെപ്ഷൻ എന്ന് പറയുന്നത് അവിടെ ഫോർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. അത് വലിയ മതിലൊക്കെ വെച്ചിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്തിരുന്നില്ല, അത് ഓപ്പൺ ആയിരുന്നു. ഓക്കെ. അതാണ് ഈ 3 എക്സെപ്ഷൻ വരുന്നത്. അല്ലാണ്ട് ടൗൺ പ്ലാനിങ്ങിന്റെ ബ്രില്യൻസ് പറയുന്നത് വെസ്റ്റില് ഫോർട്ടിഫൈഡ് സിറ്റാഡലും ഈസ്റ്റില് ബ്രിക്ക് ഹൗസസ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ടൗൺ പ്ലാനിങ്ങിന്റെ അടുത്ത പോയിന്റിലോട്ട് പോവാണെങ്കിൽ ഗ്രിഡ് സിസ്റ്റം ആയിരുന്നു. ഓക്കെ. ഗ്രിഡ് സിസ്റ്റം എന്ന് പറയാൻ കാരണം ഇതിന്റെ സ്ട്രീറ്റ് ഉണ്ടായിരുന്നല്ലോ, മോസ്റ്റ് ഓഫ് ദ സ്ട്രീറ്റ്സ് റൈറ്റ് ആംഗിളിലായിരുന്നു ഉണ്ടായിരുന്നത്. റൈറ്റ് ആംഗിൾ വെച്ചിട്ട് അതിന്റെ അറൗണ്ട് ആയിരുന്നു ഈ സ്ട്രീറ്റ് മൊത്തം പ്ലാൻ ചെയ്തിരുന്നത്. ഓക്കെ. റൈറ്റ് ആംഗിൾ കണക്റ്റഡ് സ്ട്രീറ്റ്സ് ആയിരുന്നു. ഓക്കെ. അതിന്റെ ഈ റൈറ്റ് ആംഗിളിൽ ചുറ്റായിരുന്നു സിറ്റി ഉണ്ടായിരുന്നത്. അതിന്റെ അറൗണ്ട് ആയിട്ടായിരുന്നു സിറ്റി ഉണ്ടായിരുന്നത്. അതാണ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയാൻ കാരണം. മൂന്നാമത്തെ പോയിന്റ് ബ്രില്യൻറ്റ് ഡ്രെയിനേജ് സിസ്റ്റം ആയിരുന്നു. അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു അവർക്ക്.
ബ്രില്യൻറ്റ് അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം, ഗ്രിഡ് സിസ്റ്റം, അതേപോലെ തന്നെ ആദ്യം പറഞ്ഞ നമ്മുടെ വെസ്റ്റിൽ ഫോർട്ടിഫൈഡും ഈസ്റ്റിൽ നമ്മുടെ കോമണേഴ്സിനുള്ള സ്ഥലവും. ഓക്കെ, അപ്പോൾ ബ്രില്യൻറ്റ് അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ മോഹൻജദാരോ ഉണ്ടല്ലോ, മോഹൻജദാരോയിൽ എല്ലാ സ്ട്രീറ്റിലും അതുണ്ടായിരുന്നു. ഓക്കെ, ഇതില് ഈ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹൗസും, അതായത് എവറി ഹൗസ് ഒരു ഡ്രെയിനേജിലേക്ക് കണക്റ്റഡ് ആയിരുന്നു. എല്ലാ ഹൗസും അതിലേക്ക് കണക്റ്റഡ് ആയിരുന്നു. അത് വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു. ഈ സമയത്ത് വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ്, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു അത്. ഓക്കെ, ഇതില് വെർട്ടിക്കൽ ആയിട്ടൊരു പൈപ്പ് ഉണ്ടാവും ഫ്രം എവറി ഹൗസ്, എന്നിട്ട് അത് ഡ്രെയിൻസിലോട്ട് കണക്ട് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് ഇങ്ങനെ പൈപ്പ് വന്ന് ഡ്രെയിൻസിലോട്ട് ഇങ്ങനെ കണക്ട് ആയിട്ട് വെക്കും. എല്ലാ ഹൗസിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് ഓരോ ട്രാപ്പ് ഉണ്ടാവും, ഒരു കുഴി പോലെ ഉണ്ടാവും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ബ്ലോക്ക് വരുമ്പം ആ ബ്ലോക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാപ്പ് ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ബേക്ക്ഡ് ബ്രിക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഡ്രെയിനേജ് സിസ്റ്റം മനസ്സിലായല്ലോ. മോഹൻജദാരോയിൽ എല്ലാ സ്ട്രീറ്റിലും ഉണ്ടായിരുന്നു. എവറി ഹൗസ് ഹാസ് ബീൻ കണക്റ്റഡ് ടു ഡ്രെയിൻ. അതിലേക്ക് വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെർട്ടിക്കൽ പൈപ്പ്സ് വെച്ചിട്ട് എല്ലായിടത്തേക്കും കണക്ട് ചെയ്ത്, എല്ലാ ഹൗസും പൈപ്പിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ ഇടയ്ക്കിടയ്ക്ക് ട്രാപ്സ് ഉണ്ടാവും. ആ ട്രാപ്സിന് നമുക്ക് ബ്ലോക്ക് മാറ്റിയിട്ട് ബ്ലോക്ക് ഒന്നും വരാണ്ട് നോക്കാൻ പറ്റും. അപ്പോ അത്രയും നല്ലൊരു വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ടൗൺ പ്ലാനിങ്ങിൽ വന്നിട്ടുള്ള കാര്യം. ഇനി നമുക്ക് അടുത്ത രീതിയിലോട്ട് പോയാലോ, അതാണ് ആർക്കിടെക്ചർ. ആർക്കിടെക്ചറിനെ പറയാനാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയൊരു മാസ്റ്റർ പീസ് വരുന്നത് അവരുടെ ഗ്രേറ്റ് ബാത്ത് ആയിരുന്നു. ഓക്കെ, ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്, ഇത് ആൾക്കാർ പറയുന്നത് ചിലപ്പോൾ അത് റിച്വൽ ബാത്തിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം, മേ ബി. ഹിസ്റ്ററി ആണല്ലോ, എല്ലാവരും മേ ബി ആണ്, റിച്വൽ ബാത്തിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, അതിന്റെ ഫ്ലോറും അതേപോലെ തന്നെ അതിന്റെ ചുറ്റുള്ള ഔട്ടർ വോളും ഉണ്ടല്ലോ, അത് ബിറ്റുമൻ ലെയർ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാകുമ്പം വാട്ടർ ബ്ലോക്ക് ആയിട്ട് അതിന്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് വാട്ടർ പ്രൂഫ് ആയിരുന്നു. അത്രയും നല്ല ടെക്നോളജി വെച്ചിട്ടാണ് അവർ ആ ഗ്രേറ്റ് ബാത്ത് ഉണ്ടാക്കിയത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ധോലാവീരയില് കണ്ടിട്ടുള്ളതാണ് മാസീവ് വാട്ടർ ടാങ്കും ഉണ്ടായിരുന്നു. ധോലാവീരയില് മാസീവ് വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നത് എവിടെയാണ്? ധോലാവീരയില്. പിന്നെ മോഹൻജദാരോയില് ഈ ഗ്രേറ്റ് ബാത്ത് വരുന്നത് മോഹൻജദാരോയിലാട്ടോ. ഓക്കെ, ആ സൈറ്റിലാണ് ഗ്രേറ്റ് ബാത്ത് ഉണ്ടായത്. മോഹൻജദാരോയിൽ പിന്നെ വരുന്ന ഒരു സംഭവമാണ് എന്താണ്? ഗ്രാനറി. ഗ്രേറ്റ് ഗ്രാനറി. ഈ ഗ്രാനറി പറ്റി പറയുകയാണെങ്കിൽ അത്രയും മാസീവ് ആയിരുന്നു അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന അന്നത്തെ കാലത്ത് ടാക്സ് ആയിട്ട് കാശ് മേടിക്കാൻ പറ്റില്ലല്ലോ, കാരണം കാശില്ലല്ലോ. അപ്പൊ ടാക്സ് ആയിട്ട് അവർ മേടിക്കുന്നത് ഗ്രെയിൻസ് ആണ്, അല്ലെ? അപ്പൊ ഇത്രയും ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവരുണ്ടാക്കിയ ഗ്രെയിൻസ് മേടിക്കുമ്പോൾ സ്റ്റോർ ചെയ്യാൻ ഒരു സ്ഥലം വേണ്ടേ? അത് സ്റ്റോർ ചെയ്യാനായിട്ടാണ് നമ്മുടെ ഈ മാസീവ് ആയിട്ടുള്ള ഗ്രേറ്റ് ഗ്രാനറി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഹാരപ്പയില് ഇവിടെ അല്ലാണ്ട് പിന്നെ ഹാരപ്പയില് 6 ഗ്രാനറീസും ഉണ്ടായിരുന്നു. ഓക്കെ, അതില് 2 റൂം അതിലത്തെ അവിടെ തന്നെ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഗ്രാനറീസിന്റെ ഉള്ളില്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ആർക്കിടെക്ചർ കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം, അതായത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഇവരുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നല്ല അടിപൊളി ബ്രില്യൻറ്റ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിന്റെ എവിഡൻസ് കുറെ കിട്ടിയിട്ടുണ്ട്. അതായത് എന്തിന്റെ എവിഡൻസ് ആണ് കിട്ടിയിട്ടുള്ളത് ആ സമയത്ത്? ഏറ്റവും ബെസ്റ്റ്, അതായത് ഏറ്റവും അടിപൊളി ആൾക്കാരായിരുന്നു അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ എവിഡൻസ് കിട്ടിയിട്ടുള്ളത്, അതിൽ നിന്ന് കിട്ടിയ എവിഡൻസ് എന്ന് വെച്ചാൽ ആ സമയത്ത് ഗോഡ് വർഷിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ലെഷർ ടോയ്സ് ഉണ്ടായിരുന്നു.
പിന്നെ നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇൻ യൂസ് ഇതൊക്കെയാണ് എവിഡൻസ് ആയിട്ട് ആ സമയത്ത് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അതിന്റെയൊക്കെ പണിത രീതി കണ്ടിട്ടാണ് അത്രയും ബ്രില്യന്റ് ആയിരുന്നു അവിടുത്തെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയാൻ കാരണം. ഈവൻ നൗ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മോണുമെന്റ്സിലും കാണാൻ പറ്റും. ഓക്കെ. ഇവരുടെ ക്രാഫ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ചൻഹുദാരോ, ബാലക്കോട്ട്, നാഗേശ്വർ ഇവിടെയൊക്കെയായിരുന്നു ക്രാഫ്റ്റിന്റെ മെയിൻ സെന്റേഴ്സ്. ഇവിടെയൊക്കെ ഇപ്പോഴും പോയി കഴിഞ്ഞാൽ മോണുമെന്റ്സിൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ഓക്കെ. ഇതിന്റെ ഇവിടുത്തെ സ്റ്റോൺ സ്കൾപ്ചേഴ്സ് ഭയങ്കര ഫേമസ് ആണ്. ഓക്കെ. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്റ്റോൺ സ്കൾപ്ചേഴ്സ് ഏതൊക്കെയാന്ന് നോക്കിയാലോ. റെഡ് സ്റ്റോൺ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു മെയിൽ അപ്പർ ബോഡി ഉണ്ടായിരുന്നു. അതായത് തലയില്ല, അടിഭാഗവുമില്ല, മെയിൽ അപ്പർ ബോഡി ഉണ്ടായിരുന്നു. റെഡ് സ്റ്റോൺ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയത്. അതിനെ പറയുന്നത് ടോർസോ. അതിന്റെ ആ ഒരു ഉണ്ടാക്കിയ രീതി കറക്റ്റ് എല്ലാം ഇങ്ങനെ എടുത്തു കാണിക്കണ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഫേമസ് സ്റ്റോൺ സ്കൾപ്ചർ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതില് നെക്ക് ഉണ്ടായിരുന്നു, ഷോൾഡേഴ്സ്, ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തല ഉണ്ടായിരുന്നില്ല, ഇത്രയും. ഓക്കെ. ഹെഡ്, ആംസ്, സോക്കറ്റ് ഹോൾസ് ഉണ്ടായിരുന്നു. ഓക്കെ. ഈ ആംസിലും, അതായത് ഇവിടെ തലയില്ലല്ലോ, അപ്പൊ ഇവിടെ ഒരു ഓട്ട ഉണ്ടായിരുന്നു. ആംസിന്റെ അവിടെ ആംസ് ഉണ്ടായിരുന്നില്ല, അപ്പൊ ഇവിടെയും ആംസിന്റെ അവിടെ ഇതുണ്ടായിരുന്നു. ഷോൾഡേഴ്സിലും, ഓക്കെ, നെക്കിൽ. അപ്പൊ ഇത്രയും സ്ഥലത്ത് സോക്കറ്റ് ഹോൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിലത്തെ ഓരോ ഫീച്ചേഴ്സും, അതായത് ആ ഒരു മനുഷ്യന്റെ ഓരോ ഫീച്ചേഴ്സും വെരി ഡീറ്റെയിൽഡ് ആയിരുന്നു. ഓക്കെ. അതുകൊണ്ടാണ് അത് അത്രയും ഫേമസ് ആയിട്ട് പറയാൻ കാരണം. ഇത് ഒരെണ്ണം. പിന്നെ രണ്ടാമത് വരുന്നത് ഒരു ബിയർഡഡ് മാൻ ഉണ്ടായിരുന്നു. ബിയർഡഡ് മാൻ എന്ന് പറയുന്നത് അത് ഉണ്ടാക്കിയത് സ്റ്റീറ്റൈൽ വെച്ചിട്ടാണ്. അതിന്റെ വേറൊരു പേര് സോപ്പ് സ്റ്റോൺ. ഓക്കെ. അത് ഒരു പ്രീസ്റ്റ് ആണോ എന്ന് പറയാൻ കാരണമുണ്ട്. ആൾക്കാർ പറയുന്നുണ്ട് പ്രീസ്റ്റ് ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇതേ സെയിം സംഭവം നമ്മൾ ഡിഫറെന്റ് സ്ഥലത്ത് കാണാൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. റിപ്പീറ്റഡ് ആയിട്ട് ഇതേ സെയിം സംഭവം ഡിഫറെന്റ് സ്ഥലത്ത് വരുന്നോണ്ട് തന്നെ ഇതൊരു പ്രീസ്റ്റ് ആണോ എന്ന് നമുക്കൊരു ഡൗട്ട് വരാൻ കാരണം വന്നത്. ഓക്കെ. ആ പ്രീസ്റ്റിന്റെ ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ ആൾക്ക് എന്നാണ് ആ പ്രീസ്റ്റിന്റെ ഫീച്ചർ. അതൊക്കെ താടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾ ബിയർഡഡ് എന്ന് പറയുന്നത്, ബിയർഡഡ് മാൻ എന്ന് പറയുന്നത്. അപ്പൊ ആൾക്കൊരു ഷോൾ ഉണ്ടായിരുന്നു. ആ ഷോളില് ഫുൾ ഇങ്ങനെ പൂവുള്ള ഒരു ഷോളായിരുന്നു. ഓക്കെ. അതുകൊണ്ട് തന്നെ ഷോൾ ഫ്ലവർ വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രിഫോയിൽ പാറ്റേൺ എന്നാണ് പിന്നെ ആ ഷോളിനെ പറയുന്നത്. ഓക്കെ. അത് വന്നുകൊണ്ട് തന്നെ ആ സമയത്ത് എന്തുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലായത്. എക്സിസ്റ്റൻസ് ഓഫ് എംബ്രോയിഡറി ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ ഷോൾ കണ്ടിട്ടാണ്. പിന്നെ ആളുടെ ഐസ് എലോങ്കേറ്റഡ് ആൻഡ് ക്ലോസ്ഡ് ആയിരുന്നു. ഒരു മെഡിറ്റേഷൻ പോസിൽ പോലെ എലോങ്കേറ്റഡ് ആൻഡ് ഹാഫ് ക്ലോസ്ഡ്. മൊത്തത്തിലല്ല, ഹാഫ് ക്ലോസ്ഡ്. ഓക്കെ. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എന്താ മനസ്സിലായത്, അയാള് മെഡിറ്റേറ്റ് ചെയ്യാണ്. ഓക്കെ. പിന്നെ ആളുടെ നോസ്, മൗത്ത്, ഇയർ, മൊസ്റ്റാഷ്, ഹെയർ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് ഡീറ്റെയിൽഡ് ആയിരുന്നു. ഓക്കെ. ആളുടെ നോസും ലിപ്സും ചെവിയും ഹെയറും എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിരുന്നു. ഓക്കെ. പിന്നെ ആളുടെ കയ്യില് ഒരു ആംലെറ്റ് ഉണ്ടായിരുന്നു. ഹാൻഡില് ആംലെറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹെഡിൽ ഒരു ഫില്ലറ്റും ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഫുൾ പടം വരച്ചിട്ടാ പഠിക്കുക. അതാകുമ്പോ എനിക്കിത് ആലോചിക്കുമ്പോ തന്നെ ഈ ഒരു പിക്ചർ എനിക്ക് ഓർമ്മ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പിക്ചർ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആളുടെ തലയിൽ ഇതുണ്ടായിരുന്നു, കയ്യിൽ ഇതുണ്ടായിരുന്നു, ഷോളിൽ പൂവുണ്ടായിരുന്നു, കണ്ണ് ഹാഫ് എലോങ്കേറ്റഡ് ആൻഡ് ഹാഫ് ക്ലോസ്ഡ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ. അതേപോലെ തന്നെ ആൾക്ക് ബിയർഡ് ഉണ്ടായിരുന്നു. അല്ലേ? അപ്പൊ ഇങ്ങനെ ആലോചിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കൂടുതലും പിക്ചറലായിട്ട് വരയ്ക്കുന്നതുകൊണ്ട് തന്നെയാണ് പിക്ചറലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇത് ഓർത്തിരിക്കാൻ നല്ല സുഖമായിരിക്കും. ഓക്കെ. അപ്പൊ പ്രീസ്റ്റിന്റെ കഴിഞ്ഞു, നമുക്ക് ബിയർഡഡ് മാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സമയത്ത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്ന അവർക്ക് ബ്രോൺസ് കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു.
ഓക്കെ. ബ്രോൺസ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചോള സമയത്ത്, അതായത് 11th സെഞ്ചുറിയിൽ അവർ നടരാജ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നടരാജ. ആ നടരാജ സംഭവം ശരിക്കും ബ്രോൺസ് കാസ്റ്റിംഗ് വെച്ചിട്ടാണ് അവരുണ്ടായത്. അതുണ്ടാക്കിയത് ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് വഴിയാണ് അത് അവരുണ്ടാക്കുന്നത്. ഓക്കെ. അതായത് ഏകദേശം ഒരു ഷേപ്പ് അവരത് ഉണ്ടാക്കി അതിന്റെ ഉള്ളിലോട്ട്, അതായത് വാക്സ് വെച്ചിട്ട് അത് ഉണ്ടാക്കി അതിന്റെ ഉള്ളിലോട്ട് ബ്രോൺസ് നമ്മൾ ഉരുക്കി അതിന്റെ ഉള്ളിലോട്ട് ഒഴിക്കും. എന്നിട്ട് പുറമേയുള്ള വാക്സ് നമ്മൾ പറിച്ചു കളയുമ്പോൾ ആ ഉള്ളിലുള്ള ആ സംഭവം നമുക്ക് കിട്ടും. അതിനാണ് ഈ ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ആ രീതിയിലായിരുന്നു ബ്രോൺസ് കാസ്റ്റിംഗ് വെച്ചിട്ട് ബ്രോൺസ് വെച്ചിട്ട് അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് സംഭവങ്ങൾ. ആ സമയത്ത് IBCയിൽ ഫേമസ് ആയിട്ട് ഈ ബ്രോൺസ് കാസ്റ്റിംഗ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് ഡാൻസിങ് ഗേൾ ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഗോട്ട്, അതേപോലെ തന്നെ കുറെ ആനിമൽ ഫിഗേഴ്സ്, പിന്നെ ബഫല്ലോ, പിന്നെ ബുള്ള് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബുള്ള് നല്ല ഫേമസ് ആയിരുന്നു. അത് കണ്ടുപിടിച്ചത് കാലിബംഗയിലും അതേപോലെ തന്നെ മോഹൻജദാരയിലാണ് ബുള്ളിന്റെ ഫിഗർ കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ഈ ഡാൻസിങ് ഗേൾ ഇതേപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരുന്നു. കാരണം അതിപ്പോഴും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ 4 ഇഞ്ച് ടോൾ ആയിരുന്നു ആ ഒരു ഫിഗർ പറയുന്നത്. മോഹൻജദാരോ എന്നാണ് അത് കിട്ടിയിട്ടുള്ളത്. അതിന്റെ പോസ്റ്റർ എന്ന് പറയുന്നത് ത്രിഭംഗ പോസ്റ്റർ ആയിരുന്നു. ക്ലാസിക്കൽ ഡാൻസിലുള്ള ത്രിഭംഗ പോസ്റ്ററിലാണ് ആ ഒരു ഗേൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡാൻസിങ് ഗേൾ എന്ന് വിളിക്കാൻ കാരണം. ഒരു കൈ മൊത്തവും ബാംഗിൾസ് ആയിരുന്നു. ഓക്കെ. ബാംഗിൾസ് കവേർഡ് ഹാൻഡ് ആയിരുന്നു. ആ ഒരു കൈ ഇങ്ങനെ നിൽക്കുന്നതിൽ ഫുൾ ഇവിടം തൊട്ടേ ബാംഗിൾസ് ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ കഴുത്തിൽ ഉണ്ടായിരുന്നത് ഒരു ഷെല്ല് ഇട്ടിട്ടുള്ള ഒരു നെക്ലസ് ആയിരുന്നു. ഷെൽ നെക്ലസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ അത്രയും നമുക്ക് ഇപ്പൊ പഠിച്ചാൽ മതി. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഓരോ ഫിഗേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ നമുക്കൊരു NCERT ലെവൽ ഒരു ബേസിക്സിൽ നമുക്ക് ഇത്രയും നോക്കിയാൽ മതി. പക്ഷെ ഇത്രയും നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. പിന്നെ ടെറാക്കോട്ട ആർട്ട് ആ സമയത്ത് ഫേമസ് ആയിരുന്നു. ഈ ടെറാക്കോട്ട ആർട്ട് എന്ന് പറയുന്നത് നാച്ചുറൽ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. നമ്മുടെ മണ്ണ് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞ ഒരു റെഡിഷ് ബ്രൗൺ കളറിൽ ഇരിക്കുന്നതാണ് ഈ ടെറാക്കോട്ട ആർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ അത്രയും ബ്രില്യന്റ് ആയിട്ട് ഡീറ്റെയിലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ടെറാക്കോട്ട ആർട്ടിൽ അത്രയും ബ്രില്യന്റ് ഡീറ്റെയിലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൽ ഫേമസ് ആയിട്ടുള്ളത് ആരൊക്കെയായിരുന്നു? മദർ ഗോഡസ്. ഈ മദർ ഗോഡസ് ഫേമസ് ആവാൻ കാരണം ഈ അതിന്റെ ചുറ്റൊരു ഹെയർ സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഒരു ഫാൻ ഷേപ്ഡ് ഹെയർ സ്റ്റൈൽ ആയിരുന്നു മദർ ഗോഡസിന് ഉണ്ടായിരുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഇത് റിലീജിയസ് സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്നൊരു സംശയമുള്ള ഒരു ഫിഗർ ആയിരുന്നു അത്. ഓക്കെ. റിലീജിയസ് സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. പിന്നെ നെക്ലസ് ഉണ്ടായിരുന്നു. അതേപോലെ റിലീജിയസ് സിഗ്നിഫിക്കൻസ് ഞാനിപ്പോ പിന്നീട് പറയുന്നു, അപ്പൊ മനസ്സിലാവും കേട്ടോ. പിന്നെ ലോൺ ക്ലോത്ത്സ് ആയിരുന്നു. ഇതൊക്കെയായിരുന്നു അതിന്റെ ഫീച്ചേഴ്സ് പറയാനുള്ളായിരുന്നത്. പിന്നെ ടെറാക്കോട്ടയായിട്ട് ടോയ് കാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ടോയ് കാർഡ്സ്, സീല് ടോയ് കാർഡ്സ് ഒക്കെ ഉള്ളത്. പിന്നെ ബിയേർഡഡ് മെയിൽ ഫിഗേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോൾസ്, കളിപ്പാട്ടങ്ങളും ഈ ടെറാക്കോട്ട വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ആ സമയത്ത് സീലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. സീൽ ഉണ്ടാക്കിയിട്ടുള്ളത് ടെറാക്കോട്ട വെച്ചിട്ട് സ്റ്റീറ്റൈൽ, പിന്നെ അഗോട്ടെ, കോപ്പർ, ഗോൾഡ്, ഐവറി, സിൽവർ, അതേപോലെ തന്നെ ഇതൊക്കെ വെച്ചിട്ടാണ് സീൽ ഉണ്ടാക്കിയത്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവര് എന്ത് ചെയ്തിരുന്നത്? ട്രേഡ് ചെയ്തിരുന്നത്. ഓക്കെ. ആ സീലും ഡീറ്റെയിലിംഗ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഈ സീലില് ഒരു സീല് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ഏതാണെന്നറിയോ? മോഹൻജദാരോന്ന് കിട്ടിയ പശുപതി സീൽ. ഈ പശുപതി സീലിന് കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അത് ഈ പശുപതി എന്ന് പറയാൻ കാരണം ഇത് ഈ സീലിന്റെ ഉള്ളിൽ ആ പശുപതിയുടെ ചുറ്റും കുറെ ആനിമൽസ് ഉണ്ട്. അതുകൊണ്ട് അതിനെ വിളിച്ചിരുന്നത് ലോർഡ് ഓഫ് ആനിമൽസ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പശുപതി എന്ന് പറഞ്ഞിട്ടുള്ള പേര് വരാൻ കാരണം. ഓക്കെ. ഇപ്പം അത് ഇങ്ങനത്തെ ഒരു സീലായിരുന്നു. അതിന്റെ നടുക്ക് പശുപതിയുടെ ഒരു ഫിഗർ ഉണ്ടായിരുന്നു. ആളിങ്ങനെ ഇരിക്കുകയാണ്. കാലിങ്ങനെ ക്രോസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മെഡിറ്റേറ്റിംഗ് പോസ്റ്റിലാണ് ആൾ ഇരിക്കുന്നത്. ആളുടെ തലയിൽ
ഒരു എന്താ പറയാ, രണ്ട് സൈഡിലോട്ട് ഹോൺ ഉള്ള പോലത്തെ ഒരു ടോൾ ഹോൺ ഹെഡ് ഡ്രസ് ഉണ്ടായിരുന്നു. ഓക്കെ, ടോൾ ഹോൺ ഹെഡ് ഡ്രസ് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ദേ മെഡിറ്റേറ്റിംഗ് പോസിലാണ് ആള് ഇരുന്നിരുന്നത്. ഓക്കെ, ഇനി ഇതിലുണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത്, ഇവിടെ ഒരു എലിഫന്റ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ടൈഗർ ഉണ്ടായിരുന്നു, 2 ആന്റലോപ്പ് ഉണ്ട്, പിന്നെ ഒരു ബഫല്ലോ. ഓക്കെ, ചുറ്റിനും ആൾക്കാരാണ്. അപ്പം ഇത്രയും സംഭവങ്ങൾ ഇങ്ങനെ ചുറ്റിലിങ്ങനെ ആനിമൽസ് ഇരിക്കണം. ഒരു ആന്റലോപ്പ് ഇവിടെയായിരുന്നു. അത്രയും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരൊക്കെ ഉണ്ടായിരുന്നേ? എലിഫന്റ്, ടൈഗർ, റൈനോ, റൈനോസർ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ എഴുതാൻ മറന്നുപോയി. റൈനോ, പിന്നെ 2 ആന്റലോപ്പ്, പിന്നെ ബഫല്ലോ. ഇത്രയും ആനിമൽസ് ആ സീലിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആളെ പശുപതി എന്ന് വിളിക്കാൻ കാരണം. ഓക്കെ, ഇതിന്റെ മുകളിൽ, അതായത് ആ സീലിന്റെ മുകളിൽ കുറെ അൺഡെസിഫേർഡ് ആയിട്ടുള്ള റൈറ്റിംഗ്സ് ഉണ്ട്. ഓക്കെ, അത് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അൺഡെസിഫേർഡ് സ്ക്രിപ്റ്റ് അതിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. ആ സീലിന്റെ മുകളിൽ അത് എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ആൾക്ക് ഇത് ഫസ്റ്റ് ഫേസ്, അതിന്റെ സൈഡിലോട്ട് ഇങ്ങനെ മൂക്കായിട്ട് 2 ഫേസും കൂടി സൈഡിൽ ഇരിക്കുന്നുണ്ട്. ആള് 3 ഫേസ്ഡ് ആയിരുന്നു. ഓക്കെ, 3 ഫേസ്ഡ് ആയിരുന്നു. ചിലർ പറയുന്നുണ്ട് ഒരു ഫേസ് അതിന്റെ ബാക്കിൽ ഉണ്ടെന്ന്. അപ്പം 4 ഫേസ് ആവാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും 3 ഫേസ്ഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇത് 3 ഫേസ്ഡ് ആയതുകൊണ്ടും പിന്നെ അതേപോലെ മെഡിറ്റേറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് ചിലർ പറയുന്നത് ഇത് ശിവ ആയിട്ട് സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നാണ്. ശിവ ഗോഡായിട്ട് റിലേറ്റഡ് ആണോ എന്നൊരു, ശിവനായിട്ട് റിലേറ്റഡ് ആണോ എന്നൊരു ഡൗട്ടും ഇതിനായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഈ സീലിൽ വരുന്ന ഇമ്പോർട്ടൻസ്, പശുപതി സീൽ. അത്രയും കഴിഞ്ഞില്ലേ. ഇനി നമ്മുടെ അടുത്ത ആർട്ടിൽ നമ്മുടെ മെയിൻ സംഭവം എന്താണ്? പോട്രി. പോട്രിയില് ഈ സമയപ്പോഴേക്കും ഫുൾ വീൽ വെച്ചിട്ടാണ് പോട്രി ഉണ്ടാക്കിയിരുന്നത്. വീൽ മെയ്ഡ് ആയിരുന്നു. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുണ്ടായിരുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് വെയർ പോട്രി ആയിരുന്നു. നമ്മളിത് കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ ഏജിലുണ്ടായിരുന്നു. റെഡ് ആൻഡ് ബ്ലാക്ക് വെയർ പോട്രി ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കോമൺ ആയിട്ട് പ്ലെയിൻ ആയിട്ടായിരിക്കും എല്ലാ ഉണ്ടാവുക. ചിലതിൽ പക്ഷെ നല്ല ഡീറ്റെയിൽഡ് ആയിരിക്കും. ഓക്കെ, കോമൺ പക്ഷെ പ്ലെയിൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് വേറൊരു സംഭവം ഉണ്ടായിരുന്നു, ക്ലോത്ത് മേക്കിംഗ് നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലോത്ത് മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ ഇവർക്ക് ബോട്ട് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് അറിയായിരുന്നു. കാരണം ഇവര് ട്രേഡ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് സീ വഴിയാകുമ്പോൾ അവർക്ക് ബോട്ട് വേണമല്ലോ, അല്ലെ? സീ ട്രേഡിന് വേണ്ടിയിട്ട് അവർക്ക് ബോട്ട് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് അവർക്ക് നന്നായിട്ട് അറിഞ്ഞിരുന്നു. പിന്നെ അടുത്തത് വരുന്നത് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആണ്. ഈ ട്രേഡ് ഒക്കെ നടക്കുമ്പം അതിന്റെ വെയിറ്റ് നോക്കണ്ടേ, അല്ലാണ്ട് എങ്ങനെയാണ് അവർ മെഷർ ചെയ്യുന്നത്? അപ്പൊ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഓരോ യൂണിറ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം 16ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും ആ യൂണിറ്റ് വരുന്നത്. അപ്പം ഒരു ഇതെന്ന് പറയുന്നത്, അതായത് ഒരു സംഭവം എന്ന് പറയുന്നത് 16 യൂണിറ്റ്സ് ആയിരിക്കും. ഒരു രൂപ അല്ലെങ്കിൽ ഒരു അണ എന്ന് പറയുന്നത് 16 യൂണിറ്റ്സ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അതാണ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിന്റെ കാര്യം പറയുന്നത്. വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചറിൽ വരുന്നത്. നമുക്ക് ഇതൊന്ന് ഓടിച്ച് റിവൈസ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോവാം, അല്ലേ? നമ്മളിപ്പം പ്രീ ഹരപ്പൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജസ് പറഞ്ഞു. അപ്പൊ ഇതുണ്ടായിരുന്ന പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ യു പി, സിന്ധ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ബാലചിസ്ഥാൻ. നല്ല ഫെർട്ടൈൽ ആയിരുന്നു. ഫെർട്ടിലിറ്റി എൻവയോൺമെന്റ് കാരണം കുറഞ്ഞ സ്ഥിതിക്ക് ആൾക്കാർ മൊത്തം ഗംഗാ പ്ലെയിൻസിലോട്ട് പോയി. പിന്നീട് ജനപദാസും മഗധയൊക്കെ വന്നു എന്നാണ് ആൾക്കാർ പറയുന്നത്. ഇതിന്റെ ഓരോ നോർത്ത് മോസ്റ്റ് പോയിന്റ് വരുന്ന മന്ദ, സൗത്ത് ജൈമാബാദ്, റൈറ്റ് അലംഗീർപൂർ, ലെഫ്റ്റില് സുത്കാട്ടഡോർ. ഓക്കെ, ട്രേഡിന്റെ എവിഡൻസ് ഇത്രയും സ്ഥലത്ത് നമുക്ക് ട്രേഡിന്റെ എവിഡൻസ് ആയിട്ട് മെസപ്പൊട്ടാമിയയിൽ സുസ-ഊറിൽ നിന്ന് ട്രേഡ് നടത്തിയിരുന്നു എന്നുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഹാരപ്പയുടെ സീൽ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ടൗൺ പ്ലാനിങ് പറയുകയാണെങ്കിൽ വെസ്റ്റിൽ ഫോർട്ടിഫൈഡ് സിറ്റാഡലും ഈസ്റ്റിൽ ബ്രിക്ക് ഹൗസസ് ആണ് സാധാ ആൾക്കാർക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻസ് ആണ് കാണിക്കുന്നത്. അതിന്റെ മെയിൻ എക്സെപ്ഷൻസ് വരുന്നത് ധോളാവേരിയിൽ സിറ്റാഡൽ കോമണേഴ്സിനും ഉള്ള സ്ഥലം അല്ലാണ്ട് നടുക്കൊരു മിഡിൽ ടൗൺ ഉണ്ടായിരുന്നു. അതും ഫോർട്ടിഫൈഡ് ആയിരിക്കും. ഓക്കെ, അതും കുറച്ചും റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ റിച്ച് റൂറൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ആ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കോമണേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്ഥലം. അങ്ങനെ 3 സെക്ഷൻ ഉണ്ടായിരുന്നു. ചാൻഹുദാരോയിൽ സിറ്റാഡൽ ഉണ്ടായിരുന്നില്ല, ലോത്തലിൽ ഫോർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഗ്രിഡ് സിസ്റ്റം റൈറ്റ് ആംഗിളിലെ ചുറ്റിനാണ് സിറ്റി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ബ്രില്യൻറ്റ് അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. വെർട്ടിക്കൽ പൈപ്പ് ഹൗസിൽ നിന്ന് താത്തോട്ട് വന്നിട്ട് ഡ്രെയിൻസിലോട്ട് കണക്ട് ആയി. അവിടെ നമുക്ക് പിറ്റ് ഹോൾസ് ഉണ്ടായിരുന്നു, ട്രാപ്സ് ഉണ്ടായിരുന്നു. പിറ്റ് ഹോൾസ് അല്ല, ട്രാപ്സ് ഉണ്ടായിരുന്നു. ഇത് ബ്ലോക്കും എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കി. ഈ ഡ്രെയിനേജ് ഉണ്ടാക്കുന്നത്
ബേക്ഡ് ബ്രിക്സ് വെച്ചിട്ടാണ്. ആർക്കിടെക്ചർ പറയുകയാണെങ്കിൽ ഗ്രേറ്റ് ബാത്ത് മൊഹൻജദാരോ റിച്വൽ ബാത്തിങ്ങിന് വേണ്ടിയിട്ടാവുന്ന സംശയമുണ്ട്. ഫ്ലോർ മൊത്തം ബിറ്റുമൻ വെച്ചിട്ടായിരുന്നു, അതുകൊണ്ട് വാട്ടർ പുറത്തോട്ട് പോകത്തില്ല. ധോളാവിരയിൽ മാസി വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. മൊഹൻജദാരോയിൽ ഗ്രീൻ ഗ്രാനറി, ടാക്സ് ഒഴിവ് മേടിക്കുന്ന ഗ്രീൻസ് മൊത്തം സ്റ്റോർ ചെയ്യാനായിട്ട്. ഹാരപ്പയിലും 6 ഗ്രാനറി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചർ പറയുകയാണെങ്കിൽ എവിഡൻസ്, ആർട്ട് ആൻഡ് കൾച്ചറിൽ കിട്ടിയ എവിഡൻസ്, ആ സമയത്ത് ഗോഡ് വർഷിപ്പ് ഉണ്ടായിരുന്നു, ലെഷർ ടോയ്സ് ഉണ്ടായിരുന്നു, മെറ്റീരിയൽസ് ഡെയിലി യൂസിനുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെയൊക്കെ ക്രാഫ്റ്റ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന സെന്റേഴ്സ് എന്ന് പറയുന്നത് ചൻഹുദാരോ, ബാലക്കോട്ട്, നാഗേശ്വർ. അവിടുന്ന് ഇപ്പോഴും നമുക്ക് മോണുമെന്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ സംഭവങ്ങൾ കാണാൻ പറ്റും. സ്റ്റോൺ സ്കൾപ്ചേഴ്സിൽ ഫേമസ് ആയിട്ടുള്ള റെഡ് സ്റ്റോൺ വെച്ചുണ്ടാക്കിയ ടോർസോ ആണ്, മെയിൽ അപ്പർ ബോഡി. അത് കഴിഞ്ഞ് ബിയർഡഡ് മാൻ, പ്രീസ്റ്റ് ഫിഗർ ഉണ്ടായിരുന്നു. ആളുടെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബ്രോൺസ് കാസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ബ്രോൺസ് കാസ്റ്റിംഗിൽ ഉണ്ടായിരുന്നത് ഡാൻസിങ് ഗേളും ബാക്കി ആനിമൽസ് ഒക്കെ ആയിരുന്നു. ഡാൻസിങ് ഗേളുടെ ഫീച്ചേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. ത്രിഭംഗ പോസ്റ്ററിലായിരുന്നു. ടെറാക്കോട്ടയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മദർ ഗോഡസ് ആണ്. ആ സമയത്ത് വർഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു റിലീജിയസ് സിഗ്നിഫിക്കൻസ് അതിനുണ്ടെന്ന് പറയുന്നുണ്ട്. സീൽ, ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് സീൽ ഉണ്ടാക്കിയിരുന്നത് ട്രേഡിന് വേണ്ടിയിട്ട്. അതിൽ ഏറ്റവും പോപ്പുലർ പശുപതി സീലായിരുന്നു. പോട്ടറി ഉണ്ടായിരുന്നു, വീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് റെഡ് ആൻഡ് ബ്ലാക്ക് വേ പോട്ടറി ആയിരുന്നു. പിന്നെ ക്ലോത്ത് മേക്കിംഗ് ഉണ്ടായിരുന്നു, ബോട്ട് മേക്കിംഗ് ക്രാഫ്റ്റ് അവർക്ക് അറിഞ്ഞിരുന്നു, വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ആ സ്ഥലത്ത് കുറേ നമ്മൾ സൈറ്റുകൾ പറയുന്നുണ്ട്. അതിൽ ഓരോ ഇമ്പോർട്ടൻറ്റ് സൈറ്റിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, വലിയ ക്ലാസ് ആണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വേണമെങ്കിൽ ഈ സമയമാകുമ്പോൾ നിങ്ങൾ ഒരു ബ്രേക്ക് എടുത്ത് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കി കാണും കേട്ടോ. അല്ലെങ്കിൽ ഇത് മൊത്തം കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ഒരുമിച്ച് കണ്ടോളൂ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സിൽ ആദ്യം വരുന്നത് നമ്മുടെ മെയിൻ സംഭവം ഹാരപ്പ. ഹാരപ്പ ലൊക്കേറ്റ് ചെയ്യുന്നത് രവി എന്ന് പറഞ്ഞൊരു റിവറിന്റെ ബാങ്ക്സിലായിരുന്നു ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഈ വെള്ളം വെച്ചിട്ട് ആൾക്കാര് കുടിക്കാൻ വേണ്ടി, ഡ്രിങ്കിങ്ങിന് വേണ്ടി ട്രേഡ് നെറ്റ്വർക്ക്, അതായത് ട്രേഡ് നടത്താൻ വെള്ളം വഴിയാണല്ലോ പോയിരുന്നത് ബാങ്ക്. അപ്പൊ അതിൽ കൂടെ ട്രേഡ് നെറ്റ്വർക്ക്സ് ഉണ്ടായിരുന്നു. കൾട്ടിവേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ ഇവിടുന്ന് അക്വാറ്റിക് ഫുഡ് വരെ കിട്ടിയിരുന്നു. ഓക്കെ, അപ്പൊ ആ വെള്ളം, റിവറിലത്തെ വെള്ളം അവര് ഡ്രിങ്കിങ്, ട്രേഡിന് വേണ്ടിയിട്ട് ട്രേഡ് നെറ്റ്വർക്ക്, കൾട്ടിവേഷൻ, അതേപോലെ തന്നെ അക്വാട്ടിക് ഫുഡ്, ഇതിനു വേണ്ടിയിട്ടാണ് അവിടുത്തെ വെള്ളം കിട്ടിയിരുന്നത്. പിന്നെ ഈ ഹാരപ്പ എന്ന് പറയുന്നത് ഈസ്റ്റിലോട്ട്, എവിടെ പോയി, സോറി, ഈ ഹാരപ്പ എന്ന് പറയുന്ന ഈസ്റ്റിലത്തെ ട്രേഡ് ഒരു ലിങ്ക് ആയിരുന്നു, മെയിൻ ലിങ്ക് ആയിരുന്നു, മീറ്റിംഗ് പോയിന്റ് ആയിരുന്നു ഹാരപ്പ. ഈസ്റ്റിലത്തെ ട്രേഡ് മൊത്തം മീറ്റിംഗ് പോയിന്റ്, അതായത് ഇവിടുന്ന് ഇന്ത്യ ആണെങ്കിൽ ഈസ്റ്റിലോട്ടുള്ള ഫുൾ ട്രേഡിംഗ് പോയിന്റ് മീറ്റ് ചെയ്യുന്നത് ഹാരപ്പയിലാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഹാരപ്പ വെച്ചിട്ടാണ് എന്ത് കിട്ടിയത്, ഗ്രാനറീസ് കിട്ടിയിട്ടുണ്ട്. 6 കിട്ടിയിട്ടില്ലേ. ബ്രോൺസ് മെൽറ്റിംഗ് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കഫിൻ ബറിയൽ എവിഡൻസ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഹാരപ്പന്നാണ്. ഈ ഓരോ സ്ഥലത്തെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ അവിടെ എന്തൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അതൊക്കെ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ, അതൊന്നും വിട്ട് കളയരുത്. പിന്നെ ഹാരപ്പയിലത്തെ കഴിഞ്ഞു, നമ്മൾ അടുത്ത പോകുന്നത് മോഹൻജദാരോ. മോഹൻജദാരോയിൽ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. മോഹൻജദാരോയിൽ ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മൗണ്ട് ഓഫ് ഡെഡ് എന്നാണ്. ഓക്കെ, ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇൻഡസ് നദിയുടെ ബാങ്ക്സിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പം പാകിസ്ഥാനിലുള്ള പഞ്ചാബിലാണ് അത് ഇപ്പൊ മോഹൻജദാരോന്റെ സൈറ്റ് ഉള്ളത്. മോഹൻജദാരോ എന്ന് കണ്ടുകിട്ടിയത് ഗ്രേറ്റ് ബാത്ത്, കണ്ടുപിടിച്ചത് ഗ്രേറ്റ് ബാത്ത്, പിന്നെ നമ്മുടെ ഗ്രേറ്റ് ഗ്രാനറി, പിന്നെ ബ്രോൺസ് വെച്ചിട്ടുണ്ടാക്കിയ ഡാൻസിങ് ഗേൾ, അതേപോലെ തന്നെ നമ്മുടെ സീൽ ഓഫ് പശുപതി, പിന്നെ സ്റ്റാച്യു ഓഫ് ബിയർഡഡ് മാൻ. ഇതൊക്കെ നമുക്ക് കിട്ടിയത് മോഹൻജദാരോ എന്നാണ്. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ യൂണിക്കോൺ സീൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ യൂണിക്കോൺ സീൽ കിട്ടിയത് ഇവിടുന്നാണ്. ഓക്കെ, പിന്നെ വോവൻ കോട്ടൺ പീസ് കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്. അതുകൊണ്ട് തന്നെ അവിടെ കോട്ടൺ വെച്ചിട്ട് വീവിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയാൻ കാരണമായത്. പിന്നെ മോഹൻജദാരോ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. മോഹൻജദാരോ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്, ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതാണ് ധോളാവീര. ഞാൻ പറഞ്ഞിരുന്നല്ലോ ധോളാവീര ഇമ്പോർട്ടന്റ് ആണ്. ഇത് യുനെസ്കോയിലായിട്ട് റീസെന്റ് ആണ് പ്രപ്പോസൽ കൊടുത്ത് അത് 2021 ഇന്ത്യയുടെ
40th യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് കണ്ടുപിടിച്ചത് ധോളാവീരയായിരുന്നു. അപ്പൊ ആ സമയത്ത് UPSC ക്വസ്റ്റ്യൻസിൽ അത് ഇത് എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് നല്ല ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇത് 2021 റീസെന്റിലാണ്. അപ്പൊ ഇപ്പോഴും അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. പിന്നെ ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഗുജറാത്തിലുള്ള റാൻ ഓഫ് കച്ചിലാണ്. അവിടെയാണ് ഏറ്റവും ലാർജസ്റ്റ് റിസർവോയർ ഉള്ളത്. ആ സമയത്ത് ഡാം ഏറ്റവും ലാർജസ്റ്റ് റിസർവോയർ ആയിട്ടുണ്ടായിരുന്നത് ധോളാവീരയിലായിരുന്നു. ഓക്കെ. അവിടെ എലാബറേറ്റഡ് സിസ്റ്റം ഓഫ് വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ അത് എന്തായാലും റെക്ടിഫൈ ചെയ്തിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. കാരണം കമന്റ്സ് ഒന്നും കണ്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ. അത് കഴിഞ്ഞ് അപ്പൊ ഈ ഒരു ലാർജ് റിസർവർ ഡാം ഉണ്ടായിരുന്നു. അവിടെയാണ് എല്ലാവരും സിസ്റ്റം വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ധോലാവീരയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 3 സെക്ഷൻസ് ഉണ്ടായിരുന്നത് ടൗൺ പ്ലാനിങ്ങിൽ. അല്ലെ, അതിൽ 2 ഫോർട്ടിഫൈഡ് ആയിരുന്നു. ബാക്കി 3 കോമണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലവും. അപ്പൊ പണ്ട് പറഞ്ഞൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ. അപ്പൊ ഓരോ സ്ഥലത്ത് ഇമ്പോർട്ടൻസ് എന്തായാലും മറക്കാണ്ട് പഠിച്ചു വെക്കാം. 4ാമത്തത് വരുന്നത് കാലിബംഗൻ. കാലിബംഗനിലായിരുന്നു ഏറ്റവും ലാർജസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഹാരപ്പൻ സെറ്റിൽമെന്റ്. ഹാരപ്പൻ സെറ്റിൽമെന്റ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ കാലിബംഗനിലായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് എല്ലാ ഹൗസിനും സ്വന്തമായിട്ട് വെല്ലുണ്ടായിരുന്നു, സ്വന്തമായിട്ട് കിണറുണ്ടായിരുന്നു. അതും സ്വന്തമായിട്ട് ഓക്കെ ഓൺ കിണറായിട്ട് ഉണ്ടായിരുന്നു കാലിബംഗനില്. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് 5ാമത്തെ അല്ലേ? അതെ, 5ാമത്തെയാണ്. ഇങ്ങോട്ട് പോയത്. ഓക്കെ, 5ാമത്തെയാണ്. 5ാമത്തെ വരുന്നത് ചൻഹുദാരോ. ചൻഹുദാരോനെ പറയുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നത് ലാൻകാഷെയർ ഓഫ് ഇന്ത്യ എന്നാണ്. ചൻഹുദാരോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ സിറ്റാഡൽ ഉണ്ടായിരുന്നില്ല. നോ സിറ്റാഡൽ. ഓക്കെ, അത്രേ ഉള്ളൂ. മെയിൻ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലെ എല്ലാ പോയിന്റ്സും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ. പിന്നെ റോപ്പർ. റോപ്പർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസിന് ശേഷം 1947 ശേഷം ആദ്യമായിട്ട് എക്സ്കവേറ്റ് ചെയ്ത സ്ഥലം റോപ്പർ ആയിരുന്നു. ഓക്കെ. അപ്പം ഇൻഡിപെൻഡൻസിന് ശേഷം എക്സ്കവേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കേണ്ട. അതിൽ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം എക്സ്കവേറ്റ് ചെയ്ത സ്ഥലം നമ്മുടെ റോപ്പർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നൊരു സ്ഥലമാണ് ലോത്തൽ. ലോത്തലിലായിരുന്നു ഡോക്യാർഡ് ഉണ്ടായിരുന്നത്. വേൾഡ്സ് ഫസ്റ്റ് ടൈഡൽ പോർട്ടായിരുന്നത്. ടൈഡ് വെച്ചിട്ടാണ് അവിടെ പോർട്ട് കൺട്രോൾ ചെയ്തിരുന്നത്. ഷിപ്പൊക്കെ വന്ന് കയറ്റിയിരുന്നത്. അപ്പൊ ഷിപ്പ് വന്ന് കയറാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഒരു പടി പോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് ടൈഡ് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വന്ന് കയറാൻ പറ്റും. ഓക്കെ, പോർട്ട് പോലെ. അത് ലോത്തല്ലായിരുന്നു ഉണ്ടായിരുന്നത്, ആ ഡോക്യാർഡ്. അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കിയത് ബേക്ഡ് ബ്രിക്സ് വെച്ചിട്ടാണ്. അതായത് ഇത് സീ ആണെങ്കിൽ ഈ ഒരു ഏരിയയിലോട്ട് ഇങ്ങനെ വെള്ളം വന്ന് ഓക്കെ, ഇപ്പൊ ഇവിടെ വന്ന് നമുക്ക് ഷിപ്പ് ഇവിടെ വന്ന് പാർക്ക് ചെയ്ത് ഇടാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയത് നമ്മുടെ ലോത്തല്ലായിരുന്നു. അത് ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു? ഗുജറാത്തിൽ. ഡോക്യാർഡിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ കാണും കേട്ടോ. ബേസിക്സ് ആണ്, നമുക്ക് ഇത്രയും അറിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തായാലും പഠിക്കും. ഓക്കെ. പിന്നെ ഇവര് ട്രേഡ് നടത്തിയിരുന്നത് എവിടെ വെച്ചിട്ടായിരുന്നു? എവിടേക്കൊക്കെ ആയിരുന്നു? വെസ്റ്റേൺ ഏഷ്യൻ കൺട്രീസ് അല്ലെങ്കിൽ സൊസൈറ്റീസ്. പിന്നെ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഒമാൻ ആയിട്ടായിരുന്നു അവർ മെയിൻ ആയിട്ട് ട്രേഡ് നടത്തിയിരുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് ഈ ലോത്തല്ല നമ്മൾ മാഞ്ചസ്റ്റർ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. മാഞ്ചസ്റ്റർ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ എവിടെയാണ് വരുന്നത്? ലോത്തൽ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് വരുന്നത് 8ാമത്തെ ബനാവലി. ബനാവലി. ബനാവലിയില് അത് മാത്രമായിരുന്നു ഓൺലി ഓവൽ ഷേപ്ഡ് സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നത്. ഓക്കെ. അതായത് ഇവിടെ മാത്രമായിരുന്നു ഒരു ഓവൽ ഷേപ്പിലായിട്ട് സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നത്. ഓക്കെ. അവിടെ ഉണ്ടായിരുന്ന മൊത്തം റാഡിയൽ സ്ട്രീറ്റ്സ് ആയിരുന്നു. ഒരു ചുറ്റിനെയുള്ള സ്ട്രീറ്റ്സ് ആയിരുന്നു അത് ഉണ്ടായിരുന്നത്. അവിടെ ലാക്ക് ഓഫ് സിസ്റ്റമാറ്റിക് ഡ്രെയിനേജും അങ്ങനെ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥലം ഇവിടെ മാത്രമായിരുന്നു. എവിടെ? ബനാവലി.
ഓക്കെ. അപ്പം മെയിൻ ഇമ്പോർട്ടന്റ് സൈറ്റ്സ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞ് നമുക്ക് ഇവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റവും എക്കണോമിയും ഒക്കെ പഠിച്ചാലോ? അതായത് ഇവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റം നോക്കാം. പൊളിറ്റിക്കൽ സിസ്റ്റത്തില് അതായത് ആ സമയത്ത് ആദ്യം ആലോചിക്കേണ്ടത് ആ സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. ഫോണോ ഒരു രീതിയിലും ലെറ്റർ ഒരു കമ്മ്യൂണിക്കേഷനും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതൊക്കെ നല്ല പുവർ സിസ്റ്റം ആയിരുന്നു. എന്നിട്ടും ആ കാലത്ത് യൂണിഫോം ആയിട്ട് സിവിലൈസേഷൻ എല്ലാ സ്ഥലത്തും നടന്നത്. ഇത് ഒരേ രീതിയിലാണ് അവിടെ എല്ലാ സ്ഥലത്തും സിവിലൈസേഷൻ നടക്കുന്നത്. അതെങ്ങനെയായിരുന്നു? കാരണം അത്രയും ബ്രില്യന്റ് ആയിരുന്നു. അത്രയും വാസ്റ്റ് ഏരിയ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മാപ്പിൽ കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അല്ലേ? അപ്പൊ ഇത്രയും വാസ്റ്റ് ഏരിയയിൽ എങ്ങനെയാണ് ഇത്ര യൂണിഫോം ആയിട്ട് സിവിലൈസേഷൻ വന്നത്? അതേപോലെ തന്നെ ഇവിടെ പൊളിറ്റി പറയുകയാണെങ്കിൽ അവിടെ സെൻട്രലൈസ്ഡ് പൊളിറ്റി ആയിരുന്നു. ഒരു റൂളറാണ് ഇത്രയും സ്ഥലം, അതായത് ഒരു റൂളിംഗ് സിസ്റ്റമാണ് ഇത്രയും സ്ഥലം ഭരിച്ചത്. അതെങ്ങനെയാണ് നടക്കുന്നത്? കാരണം ഒരു ലെറ്റർ വഴിയോ അല്ലെങ്കിൽ ഒരു ഓർഡർ വഴിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫോൺ വിളിച്ച് പറയാനോ ഇമെയിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എല്ലാ സ്ഥലത്തും യൂണിഫോം ആയിട്ട് സിവിലൈസേഷൻ നടന്നു. എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്തു നിന്ന് നമുക്ക് ഭരിക്കാൻ പറ്റി. അതെങ്ങനെയായിരുന്നെന്ന് ഇപ്പോഴും അത്ഭുതകരമായിട്ട് നമ്മൾ നോക്കണം. കാരണം ഇപ്പം അങ്ങനെയല്ല, ഇപ്പൊ ഡീസെൻട്രലൈസ്ഡ് ആണ്, എന്നിട്ടും പാടാണ്. അപ്പൊ ആ സമയത്ത് അത്രയും പണ്ട് ഇത്രയും വാസ്റ്റ് ഏരിയ സെൻട്രലൈസ്ഡ് പൊളിറ്റി ആയിട്ട് നമ്മൾ റൂൾ ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ. ഇതേപോലെ തന്നെ ഈ റൂളിംഗ് ആൾക്കാരുടെ പവർ ഉണ്ടല്ലോ, അത് അവര് മൊത്തം കാണിച്ചിരുന്നത് ആർട്ടിഫാക്റ്റിലായിരുന്നു. അതേപോലെ തന്നെ അവിടുത്തെ ആർക്കിടെക്ചർ, അത് പണ്ടത്തെ കാലത്ത് മൊത്തം ഇപ്പൊ കിങ് ആയാൽ പോലും അവര് യുദ്ധമൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ വലിയൊരു ആർക്കിടെക്ചറൽ മാർവലൊക്കെ ഉണ്ടാക്കി വെക്കുക അല്ലെ. അപ്പൊ അവരുടെ പവർ കാണിക്കുന്നത് ഇപ്പൊ ഓരോ ബിൽഡിങ്ങും അല്ലെങ്കിൽ ഓരോ അന്നുണ്ടാക്കിയ ടെമ്പിൾസും അന്നുണ്ടാക്കിയ താജ്മഹൽ അങ്ങനെ ആണ്. അപ്പൊ അതേപോലെ തന്നെ അന്നത്തെ കാലത്തും അവരുണ്ടാക്കിയ ആർട്ടിഫാക്ട്സും ആർക്കിടെക്ചറിലാണ് അവരുടെ റൂളിംഗ് പവറുടെ ആ ഒരു പവർ കാണിച്ചിരുന്നത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ആ സമയത്ത് എങ്ങനെയാണ് ടാക്സ് കിട്ടിയിരുന്നത്? അവരുടെ കപ്പാസിറ്റി ടു ഗെറ്റ് ടാക്സ് ഇൻ ദിസ് വാസ്റ്റ് ഏരിയ ഇസ് ഗ്രേറ്റ്, റൈറ്റ്? അതേപോലെ തന്നെ ലേബർ, ഇത്രയും പണിക്കാരെ വേണം, ഇത്രയും അടിപൊളിയായിട്ട് ഈ ഡ്രെയിനേജ് സിസ്റ്റം ആർക്കിടെക്ചർ സിറ്റി മൊത്തം ഉണ്ടാക്കണമെങ്കിൽ അത്രയും ലേബേഴ്സിന് ആവശ്യമുണ്ട്. അത് അവർക്ക് കിട്ടിയിരുന്നു. അതേപോലെ തന്നെ ഇത്രയും ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി, ഇത് മൊത്തം അവർ അടിപൊളിയായിട്ട് നടത്തിയിരുന്നു. ഓക്കെ. പിന്നെ ഇവരുടെ ട്രഷറി പറയുകയാണെങ്കിൽ ഇവിടെ ട്രഷറി ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്. ടാക്സ് കളക്ട് ചെയ്തിട്ട് എവിടെ ഇട്ടിരുന്നത്? മോഹൻജദാരോയിലുള്ള ഗ്രേറ്റ് ഗ്രാനറിയിലായിരുന്നു അവരുടെ ട്രഷറി ഉണ്ടായിരുന്നത്. ഓക്കെ. ആ ഗ്രാനറി വെൽ ഫോർട്ടിഫൈഡ് ആയിരുന്നു. വെൽ ഫോർട്ടിഫൈഡ്, അതേപോലെ തന്നെ പോപ്പുലേറ്റഡ് ആൻഡ് ഡെവലപ്ഡ് ആയിരുന്നു. പെട്ടെന്ന് എഴുതുന്നോണ്ടായിരിക്കട്ടെ, എഴുതുന്നത് ചിലപ്പോൾ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ കൂടെ പറയുന്നുണ്ട്, എഴുതുന്നതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ ഓർഗനൈസ്ഡ് മിലിറ്ററി ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ ഒരു പ്രൂഫും കിട്ടിയിട്ടില്ല. നോ പ്രൂഫ് ഓഫ് ഓർഗനൈസ്ഡ് മിലിറ്ററി. ഇത്രയും സെൻട്രലൈസ്ഡ് ഇതുണ്ട്, ടാക്സ് കിട്ടുന്നുണ്ട്, ആൾക്കാർ ലേബേഴ്സിനൊക്കെ കിട്ടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, ആർക്കിടെക്ചർ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒരു ഓർഗനൈസ്ഡ് മിലിറ്ററി ഉണ്ടായിട്ടൊരു പ്രൂഫില്ല. ഓക്കെ. പക്ഷെ അവർക്ക് മേ ബി സ്റ്റാൻഡിങ് ആർമി ഉണ്ടായിരുന്നിരിക്കാം. സ്റ്റാൻഡിങ് ആർമി ഉണ്ടായിരിക്കുക. കാരണം പറയാൻ കാരണം ചില സ്റ്റോണിൽ ഈ സോൾജേഴ്സിനെ വരച്ചു വെച്ച പോലെ കാണുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് ചിലപ്പോൾ സ്റ്റാൻഡിങ് ആർമി ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു ഓർഗനൈസ്ഡ് മിലിറ്ററി ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു പ്രൂഫും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ. പിന്നെ ആ സമയത്ത് ആർക്കിയോളജിക്കൽ എവിഡൻസ് ഒന്നും നമുക്ക് ടെമ്പിളിന്റെ കിട്ടിയിട്ടില്ല. ഓക്കെ. ആർക്കിയോളജിക്കൽ നോ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഓഫ് ടെമ്പിൾ ഫൗണ്ട്. അന്നൊന്നും ടെമ്പിൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പ്രീസ്റ്റ് ഒന്നും ആയിരുന്നില്ല ഭരിച്ചിരുന്നത്. നോ പ്രീസ്റ്റ് റൂൾ. അത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ പൊളിറ്റി സെക്യുലർ ആയിരുന്നു. അങ്ങനെ ഒരു റിലീജിയനോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. സെക്യുലർ ആയിരുന്നു. ഓക്കെ. പിന്നെ ഈ അന്നത്തെ റൂളേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ട്രേഡ് ആൻഡ് കൊമേഴ്സ് തന്നെയായിരുന്നു. ഓക്കെ. അതുകൊണ്ട് തന്നെ അവര് കുറെ കോൺക്വസ്റ്റ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ മെജോറിറ്റി ആൾക്കാരും മെർച്ചന്റ്സ് ആയിരുന്നു. പക്ഷെ അതിന് ഉറപ്പില്ല കേട്ടോ, മെജോറിറ്റി മെർച്ചന്റ്സ് ആയിരുന്നു എന്നുള്ളതിന്. അപ്പൊ ട്രേഡും കൊമേഴ്സ് ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് റൂളേഴ്സിന്. അപ്പൊ കോൺക്വസ്റ്റും കൂടുതലും മെർച്ചന്റ്സ് ആയിരുന്നു. പക്ഷെ ഇതൊന്നും ഉറപ്പില്ല, നോട്ട് ഷുവർ. കാരണം ഹിസ്റ്ററി ആണല്ലോ, നോട്ട് ഷുവർ. ഓക്കെ. പിന്നെ വേറൊരു തിയറി എന്ന് പറയുന്നത്, അതായത് ഇത് മൊത്തം സെൻട്രലൈസ്ഡ് ആണ് നമ്മൾ ഇത്രയും നാളും പറഞ്ഞത്. പക്ഷെ വേറൊരു തിയറി ഇതിനുണ്ട്. അതായത് ഇത് സെൻട്രലൈസ്ഡ് ആയിരുന്നില്ല. ഡിഫറെന്റ് റൂളേഴ്സ് ഡിഫറെന്റ് സൈറ്റിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു എന്നും ചെറിയൊരു തിയറി പറയുന്നുണ്ട്.
പക്ഷെ മെയിൻ ആയിട്ട് പറയുന്നത് സെൻട്രലൈസ്ഡ് തന്നെയായിരുന്നു എന്നായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അതന്നെ പഠിച്ചാൽ മതി. പിന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് അവരുടെ എക്കണോമി, അതായത് അവർക്ക് എങ്ങനെയാണ് കാശ് കിട്ടിയത്, അവരുടെ എക്കണോമി എങ്ങനെയാണ് നടന്നിരുന്നേ നോക്കിയാലോ. അഗ്രികൾച്ചർ ആയിരുന്നു അവരുടെ മെയിൻ എക്കണോമിക്കൽ ആക്ടിവിറ്റി. ഓക്കെ, കാരണം റീസൺ എന്താണ്? റീസൺ എന്ന് പറയുന്നത് അവിടെ ഭയങ്കര ഫെർട്ടൈൽ ആയിരുന്നു അല്ലെ. ഫസ്റ്റ് റീസൺ അവർ ഫെർട്ടൈൽ ആയിരുന്നു. കാരണം എന്താണ്? ഇൻഡസിന്റെ വാലി ആയിരുന്നു അതികൂടെ ഒഴുകിക്കൊണ്ടിരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും എവറി ഇയർ അവിടെ ഓവർഫ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു. എവറി ഇയർ അവിടെ ഓവർഫ്ലോ ചെയ്യും. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ആയിരുന്നു അവിടുത്തെ മെയിൻ ആക്ടിവിറ്റി. കാരണം അത്രയും ഫെർട്ടൈൽ ആയിരുന്നു ഇൻഡസ് വാലി ഉള്ളതുകൊണ്ട് എല്ലാ വർഷവും അവിടെ ഓവർഫ്ലോ ചെയ്തിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇതിന്റെ എവിഡൻസ് പറയുകയാണെങ്കിൽ ബേൺഡ് ബ്രിക്സ് വാൾ ഉണ്ടായിരുന്നല്ലോ, അതായിരുന്നു അതിന്റെ എവിഡൻസ്. ഈ എല്ലാ വർഷവും ഇത് ഓവർഫ്ലോ ചെയ്തിരുന്നു എന്നുള്ളതിന്റെ എവിഡൻസ് അതായിരുന്നു. പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ ഇവിടുത്തെ മേജർ ക്രോപ്സ്, അതായത് അഗ്രികൾച്ചർ ആയിരുന്നല്ലോ മെയിൻ, അവരുടെ മേജർ ക്രോപ്സ് എന്തൊക്കെയായിരുന്നു നോക്കിയാലോ.